1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20-ാം വാക്യം. ഒരു വാക്യം മാത്രം. 1 കൊരിന്ത്യർ പുതിയ നിയമത്തിലാണ്. ബൈബിളിലുള്ള എല്ലാവരും എടുത്താട്ടെ. ബൈബിൾ കൊണ്ടുവരാത്തവരുണ്ടല്ലോ, വെറുതെ നോക്കിയിരിക്കല്ല. സ്ക്രീനിൽ ബൈബിൾ കൊണ്ടുവരണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ കയറുവാൻ അനുവാദമില്ല. എയർ ടിക്കറ്റ് ഇല്ലെങ്കിൽ എയർപോർട്ടിൽ നിങ്ങളെ കടത്തിവിടത്തില്ല. അടുത്ത ആഴ്ച മുതൽ ആ ഗേറ്റിൽ ഞാൻ നിൽക്കും. എന്തിനു വേണ്ടിയാ? എക്സാക്ട്ലി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിർബന്ധമായി എല്ലാവരുടെ കയ്യിൽ സ്തോത്രം ഇതുപോലെ പുസ്തക രൂപത്തിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നല്ലത്. ഫോണിലുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട്. നോ, പുസ്തക രൂപത്തിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞു. യെസ്, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20-ാം വാക്യം ശക്തിയോടെ ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. സ്തോത്രം. ഉയർത്തിയിരിക്കുന്നു. ഉയർത്ത ക്രിസ്തു. നാം കേൾക്കുന്ന ദൂതിൻ്റെ തലക്കെട്ടതാണ്. ആ വാക്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആ പദം കാണുവാൻ കഴിയും. ഒരിക്കൽ കൂടെ 1 കൊരിന്ത്യർ 15:20 വായിക്കുമ്പോൾ, എന്ന് ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് റിസറക്ഷൻ. ഉയർപ്പിൻ്റെ ആദ്യ ഫലം. ഉയർപ്പിൻ്റെ ആദ്യ ഫലം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ഉയർപ്പിൻ്റെ ആദ്യ ഫലം? യേശു കർത്താവ് സകലത്തിലും ആദ്യനാണ്. സകല നാമത്തിനും മേലായ നാമമാണ് യേശു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, കർത്തൃത്വങ്ങൾക്ക്, സ്തോത്രം, സകല സൃഷ്ടികൾക്ക്, സകല നാമത്തിനും മേലായ നാമമാണ് യേശു എന്ന് പറഞ്ഞു വിടുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും വിദ്യാർത്ഥികളെ നോക്കി പറയട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കാൾ, ബിസിനസ്സുകാരെ നിങ്ങളുടെ പണത്തെക്കാൾ, വിവിധ പ്രൊഫഷണൽ ജോലികൾ ചെയ്യുന്നവരെ നിങ്ങളുടെ ജോലികളെക്കാൾ, ശുശ്രൂഷകരെ നിങ്ങളുടെ ശുശ്രൂഷകളെക്കാൾ ഏറ്റവും ഉയർന്നവനായിരിക്കണം യേശു. അതല്ലെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധി എന്ന് വരും. യേശുവിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റാർക്കും മറ്റൊന്നിനും കൊടുക്കല്. കർത്താവ് യേശുവിന് തന്നെ പ്രാധാന്യം നൽകണം. അത് 1-ാമത്തെ കൽപ്പനയാണ്. സോ എല്ലാറ്റിലും ഏറ്റവും ഉയർന്നിരിക്കുന്നവനാണ് യേശു. ഹി ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. യേശു കർത്താവ്, അവൻ ആദ്യ ഫലമാണ്. സോ ഈ ഈസ്റ്റർ ദിനത്തിൽ അല്പം പോലും സ്തോത്രം മടി കൂടാതെ ഞാൻ പറയട്ടെ, ആദ്യ ഫലമായി കർത്താവ് യേശു ഉയർക്കുകയുണ്ടായി. അത് ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പ്രതീക്ഷിക്കാത്ത ഒരു ആക്സിഡൻ്റൽ അല്ല, അല്ലെങ്കിൽ കോയിൻസിഡൻ്റൽ അല്ല. അത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ആക്സിഡൻ്റൽ ഓ കോയിൻസിഡൻ്റൽ, ബട്ട് ഇറ്റ് ഈസ് പ്രീഡെസ്റ്റൈൻഡ്. അത് ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തൃത്വം ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായി. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധ ആത്മാവ് ഒരുമിച്ച് ഒരു കൂടി ആലോചന നടത്തി. കർത്താവ് പറഞ്ഞു, നാം നമ്മുടെ സാദൃശ്യപ്രകാരം ഇതാ മനുഷ്യനെ നിർമ്മിപ്പാൻ പോകുകയാണ്, മനുഷ്യൻ ഉണ്ടാക്കുവാൻ പോകുന്നു. പക്ഷേ പ്രീഡെസ്റ്റൈൻ, ദൈവത്തിന് ഇന്നലെയും ഇന്നും മാത്രമല്ല, ദൈവത്തിന് നാളെയും അറിയാം. അവൻ സർവജ്ഞാനിയാണ്. മനുഷ്യനെ, സാത്താന് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയത്തില്ല, പക്ഷേ ദൈവത്തിന് അറിയാം. നിങ്ങളുടെ മെയ് എങ്ങനെയാണ്, നിങ്ങളുടെ 2026 എങ്ങനെയാണ്, 2035 എങ്ങനെയാണ്, ദൈവത്തിന് നിങ്ങളുടെ നാളെ നന്നായിട്ട് അറിയാം. അവൻ പ്ലാനിങ്ങിൻ്റെ ദൈവമാണ്. ദൈവത്തിൻ്റെ പ്ലാനിനെ മറിക്കാനും ദൈവത്തിൻ്റെ കരങ്ങളെ മടക്കുവാനും കഴിവുള്ള ഒരു ഭൂതത്താനും നരകത്തിലില്ല, ഒരു മനുഷ്യനുമില്ല. സോ പ്ലാനിങ്ങിൻ്റെ ദൈവം, സ്തോത്രം, മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ പറഞ്ഞു, ഈ നാം നിർമ്മിക്കാൻ പോകുന്നതായ മനുഷ്യൻ പാപം ചെയ്യും, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വീണു പോകും. ഉടനെ നേതൃത്വത്തിൽ 2 പറഞ്ഞു, ഡോണ്ട് വരി, അവൻ പാപം ചെയ്താലും ഞാൻ അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് കടന്നു വരാം.
ഞാൻ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ ലോകത്തിൽ വന്ന് ഭൂമിയിൽ വന്ന് ഞാൻ മരിച്ച് അടക്കപ്പെടാം. അപ്പോൾ തൃത്വത്തിൽ മൂന്നാമൻ പറഞ്ഞു, ഒന്നാമനായ പിതാവിൻ്റെ പ്ലാനിൻ പ്രകാരം മനുഷ്യനെ നിർമ്മിച്ച് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ രണ്ടാമൻ പറഞ്ഞു, ഇതാ ഞാൻ വന്ന് മരിച്ച് അടക്കപ്പെടാം. അപ്പോൾ മൂന്നാമനായ പരിശുദ്ധാത്മാ പറഞ്ഞു, ഡോണ്ട് വരി, നീ ദൈവഹിതത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ വന്ന് നിന്നെ ഉയർപ്പിച്ചോളാം. ഇന്ന് പകലും എനിക്ക് പറവാനുള്ളത് എല്ലാം അനുകൂലമായിട്ടല്ല, പലതും വെല്ലുവിളിയായിരിക്കാം, പ്രശ്നമായിരിക്കാം. പക്ഷേ ഈ പുസ്തകമനുസരിച്ച് ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ നിങ്ങൾ നാറി പുഴുത്ത് തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് നിങ്ങളെ ഉദ്ധരിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെ നിശ്ചയമായി യേശു കർത്താവ് ഉയർത്തും. അവർ നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുക തന്നെ ചെയ്യും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. സോ ഈ ദിവസം സ്തോത്രം മനസ്സിലാക്കണമേ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രീഡെസ്റ്റൈൻ ആയിട്ടുള്ള ദൈവത്തിൻ്റെ അനാദി തീരുമാനമായിരുന്നു യേശു കർത്താവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും ഡയറി എഴുതുന്നത് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ യേശു കർത്താവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവനെക്കുറിച്ച് സകലതും എഴുതി കഴിഞ്ഞു. അവനെക്കുറിച്ച് സകല പ്രവാചകന്മാരെയും എഴുതിയതിനനുസരിച്ചാണ് യേശു ജീവിച്ചത്. കർത്താവ് ജീവിച്ചത്, കർത്താവ് ശുശ്രൂഷിച്ചത്, കർത്താവ് യാത്ര ചെയ്തത്, സകലതും സ്തോത്രം തന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് അനുസരിച്ചാണ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ കർത്താവ് യേശുവായിരുന്നു. അവൻ വ്യക്തികളോട് പ്രവചിച്ചു, അവൻ കുടുംബങ്ങളോട് പ്രവചിച്ചു, അവൻ ഗ്രാമങ്ങളോടും പട്ടണങ്ങളോടും രാജ്യങ്ങളോടും പ്രവചിച്ചു. തീർന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാകുന്ന യേശു ഭൂമിയോട് പ്രവചിച്ചു, ആകാശത്തോട് പ്രവചിക്കുകയുണ്ടായി. എന്നാൽ മറ്റുള്ളവരിലേക്ക് മാത്രമല്ല അവൻ പ്രവചിച്ചത്, അവൻ തന്നിലേക്ക് നോക്കി തന്നെക്കുറിച്ചും അവൻ പ്രവചിച്ചു. ഇന്ന് പകലും എൻ്റെ ഇടതും വലതും മുൻപിലുമായിരിക്കുന്ന ആർക്കോ പ്രവചന വരത്തിൽ നിറഞ്ഞിരിക്കുന്നവരുണ്ട്. ഗ്രേറ്റ്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആ ശുശ്രൂഷ ഗംഭീരമായി തുടരട്ടെ. എന്നാൽ പ്രവചനവരം പുതിയ നിയമത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നമുക്കറിയാം, മറ്റുള്ളവരെ കാണേണ്ട ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് മാത്രമല്ല പ്രവചനവരം, സ്വന്തം മുഖത്തെ കാണുന്ന കണ്ണാടി കൂടിയാണ് പ്രവചനവരം. ഒരിക്കൽ കൂടെ മനസ്സിലായില്ല. മറ്റുള്ളവരെ കാണുന്ന മാഗ്നിഫയിങ് ഗ്ലാസ് മാത്രമല്ല പ്രവചനവരം, പകരം സ്വന്തം മുഖത്തെ കാണുന്ന ഒരു കണ്ണാടി കൂടിയാണ് പ്രവചനവരം. അർത്ഥം, നിങ്ങളെ സൂക്ഷ്മമായി ദർശിപ്പാൻ മാത്രമല്ല, ഒരു പ്രവചന വരത്താൽ ദൈവം എന്നെ നിറയ്ക്കുന്നെങ്കിൽ നിറച്ചിരിക്കുന്നത് വല്ലപ്പോഴും എൻ്റെ മുഖത്ത് കൂടെ എനിക്ക് കാണണം. ഞാൻ എവിടെയായിരിക്കുന്നു, ഞാൻ എത്രത്തോളം ദൈവകൃപയിൽ വളർന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ എങ്ങനെയായിരിക്കുന്നുവെന്ന് സ്വന്തം ജീവിതത്തിൽ കൂടെ നമ്മൾ കാണേണ്ടത് ആവശ്യം. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാണ്. സോ അതുകൊണ്ട് യേശു കർത്താവ് വ്യക്തികളോട്, കുടുംബങ്ങളോട്, ദേശങ്ങളോട്, അതേ സർവ്വസൃഷ്ടിയോട് ഒക്കെ കർത്താവ് കൃത്യവും വ്യക്തവുമായി പ്രവചിക്കുമ്പോൾ തന്നെ അവൻ തന്നെക്കുറിച്ച് പറഞ്ഞതായ ഏറ്റവും വലിയ പ്രവചന ശബ്ദമായിരുന്നു, ഞാൻ ഉയർക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞ യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണ്? ഞാൻ ഉയർക്കും. യേശു പറഞ്ഞത് ഞാൻ നശിക്കും എന്നല്ല. യേശു മരിക്കും എന്ന് പറഞ്ഞതിനേക്കാൾ യേശു പറഞ്ഞത് ഞാൻ ഉയർക്കും എന്നാണ് അർത്ഥം. സ്തോത്രം ഏറ്റെടുക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കാണും, വെല്ലുവിളി കാണും, പക്ഷെ നീ നാശമല്ല പറയേണ്ടത്, മരണമല്ല പറയേണ്ടത്. നിങ്ങൾ ഉയർപ്പാണ് പറയേണ്ടത്. കേട്ടവർ ആമേൻ പറഞ്ഞാണ്. നിങ്ങൾ ഉയർപ്പാണ് പറയേണ്ടത്. ലോകം കണ്ട ആദ്യത്തെ കൃഷിക്കാരൻ കർത്താവാണ്. സോ അവൻ തന്നെ തെളിയിച്ചു, എന്ത് വിതയ്ക്കുമോ അതാണ് കൊയ്യുന്നത്. സ്തോത്രം. എബ്രായർ 13 പറയുന്നു, ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്. സ്തോത്രം. അത് അധരത്തിൻ്റെ ഒരു ഫലമുണ്ട്. കേക്ക്, അധരത്തിന് ഒരു ഫലമുണ്ട്. നീ എന്താണോ നിന്നെക്കുറിച്ച് പറയുന്നത് അതാണ് അടുത്ത ആഴ്ച, അടുത്ത ദിവസം നിൻ്റെ ഭാവിയിൽ ദൈവകൃപയാൽ സംഭവിക്കുന്നത്. ബി കെയർഫുൾ. നീ എന്താണോ നിന്നെക്കുറിച്ച് പറയുന്നത് അതാണ് സ്തോത്രം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിന്നെക്കുറിച്ച് നീ തിന്മ പറഞ്ഞാൽ തിന്മയായിരിക്കും സംഭവിക്കുന്നത്. ബി കെയർഫുൾ. നിന്നെക്കുറിച്ച് തിന്മയല്ല പറയേണ്ടത്. സ്തോത്രം. നിന്നെക്കുറിച്ച് സ്തോത്രം നന്മ തന്നെ പറയണം. സ്തോത്രം. നിങ്ങൾക്ക് ഞാനൊരു അടിസ്ഥാനമിട്ട് ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഒരു കാരണവശാലും തിന്മയല്ല പറയേണ്ടത്, നന്മയാണ് പറയേണ്ടത്. തിന്മ പറഞ്ഞാൽ തിന്മ ഭവിച്ചിരിക്കും. ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 32 വാക്യം വായിക്കുമ്പോൾ, ലാബാൻ്റെ വീട്ടിൽ നിന്ന് സ്തോത്രം യാക്കോബ് ഇതാ പുറപ്പെട്ടു വരികയാണ്.
വഴിയിൽ ലാബാൻ ഓടി വന്ന് അവന് ചേസ് ചെയ്ത് ഇപ്രകാരം തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, ഹേ ഈ യാക്കോബേ, നീ വന്നു എൻ്റെ വിഗ്രഹങ്ങളെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ദൈവങ്ങളെ കൂടെ നീ കൊണ്ടുവന്നത് എന്താണ്? അപ്പോൾ യാക്കോബ് പുറപ്പെട്ടപ്പോൾ 2 കൂട്ടമായിട്ടാണ് പുറപ്പെട്ടത്. ഒന്ന് ലേയുടെ ട്രൂപ്പ്, ലേയ, മറ്റൊന്ന് റാഹേൽ. പക്ഷേ സ്തോത്രം, റാഹേൽ ഈ വിഗ്രഹങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് യാക്കോബിന് അറിയത്തില്ല. ലേയ വളരെ പെട്ടെന്ന് സ്തോത്രം അതെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഒരിക്കൽ കൂടെ ഇന്ന് രാവിലെയും സഭായോഗത്തിന് വളരെ പെട്ടെന്ന് ആരോ പുറപ്പെട്ടതുപോലെ ലേയ ലഗേജ് കുറവായതുകൊണ്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. പക്ഷേ റാഹേൽ വരാൻ അല്പം താമസിച്ചു. റാഹേൽ വരാൻ അല്പം താമസിച്ചു. കാരണം അവൾക്ക് കുറച്ച് എക്സ്ട്രാ ബാഗേജ് ഉണ്ടായിരുന്നു, അവൾക്ക് കുറച്ച് പാക്കിംഗ് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് റാഹേൽ വരാൻ സ്തോത്രം സമയം താമസിച്ചു. ആരോ തുറച്ചു നോക്കി, ഇത് ഏത് ബൈബിളാണ് വായിച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ വന്നതെന്ന്. സ്തോത്രം അതെ, പുസ്തകം വായിച്ചു നോക്ക്. സോ അവളുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ബാഗ് ഉള്ളത് കൊണ്ട് അവൾ വരാനായിട്ട് ലേറ്റായി. അതുകൊണ്ട് സ്തോത്രം അവളുടെ കയ്യിൽ ഈ വിഗ്രഹം ഇരിക്കുന്നത് പാവം യാക്കോബിന് അറിയത്തില്ല. എന്നാൽ ലാബാനോട് സ്തോത്രം ആ കുടുംബത്തിൻ്റെ പുരോഹിതനാകുന്ന പ്രവാചകനാകുന്ന ഈ യാക്കോബ് പറഞ്ഞു, സ്തോത്രം എൻ്റെ കയ്യിൽ ആ വിഗ്രഹമില്ല. ഇനി എൻ്റെ കൂട്ടത്തിലുള്ള ആരുടെയും കയ്യിൽ അത് ഇരിക്കുന്നു എങ്കിൽ, ആരുടെയെങ്കിലും കയ്യിൽ അത് ഇരിക്കുന്നുവെങ്കിൽ, ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരുടെ കയ്യിൽ അത് ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായി അവൻ മരിക്കണം. ആരുടെ കയ്യിൽ ഇത് ഇരിക്കുന്നു അവൻ നിശ്ചയമായിട്ട് മരിക്കണം. സ്തോത്രം അതെ, തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. തുടർന്നുള്ളതായ സമയത്ത് സ്തോത്രം അവൻ മുന്നിലേക്ക് കടന്നുപോയി. സ്തോത്രം ആ യാത്ര തീരുന്നതിന് മുൻപ് ഫ്രാത്തിന് അടുക്കുന്നതായ സമയത്ത് റാഹേൽ മരിച്ചുപോയി. കാരണം സ്തോത്രം അതെ, യാക്കോബ് എന്താണോ പറഞ്ഞത് തൻ്റെ കുടുംബത്തിൽ ഭവിച്ചിരിക്കുന്നു. അത് സാധാരണ ആർക്കെങ്കിലും ഭവിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് സംഭവിപ്പാൻ ഒരിക്കലും പാടില്ലാത്ത വ്യക്തികൾ തന്നെ സംഭവിച്ചിരിക്കുന്നു. കാരണം യാക്കോബിൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, ഏറ്റവും കൂടുതൽ ആദരിച്ചതായ വ്യക്തിയായിരുന്നു റാഹേൽ. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ റാഹേൽ ഇതാ മരിച്ചിരിക്കുന്നു. പക്ഷേ ആ മരണത്തിന് വേണ്ടി ആ ഗേറ്റ് തുറന്നു കൊടുത്തത് എൻ്റെ അധരമാണ്. കാരണം സ്തോത്രം, ഇത് ആരുടെ കയ്യിൽ ഈ വിഗ്രഹം ഇരിക്കുന്നു അത് ഉള്ളതായ വ്യക്തി മരിക്കണം എന്ന് പറഞ്ഞു. റാഹേൽ മരിച്ചതിന് ശേഷം റാഹേലിൻ്റെ കൂടാരത്തിൽ ഒരു പക്ഷേ ഭർത്താവാകുന്ന യാക്കോബ് പോയി എല്ലാം സ്തോത്രം തട്ടിക്കുടഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ടു, ഇതാ ലാബാൻ്റെ വിഗ്രഹം ഇരിക്കുകയാണ്. അയ്യോ, ഇത് അവളുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല, അറിയാതെ പറഞ്ഞു പോയി, അറിയാതെ ഞാൻ മരണം പറഞ്ഞു. എൻ്റെ വീടിനെ നോക്കി, എൻ്റെ പ്രിയപ്പെട്ട റാഹേലിനെ നോക്കി ഞാൻ അറിയാതെ മരണം പറഞ്ഞു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അറിയാതെ പറഞ്ഞപ്പോൾ ഇത് അറിയാതെ മരണം എൻ്റെ വീട്ടിൽ വന്നു. ദൂത് ഇതാണ്, അറിയാതെ പോലും മരണം പറയല്ലേ, അറിയാതെ പോലും തിന്മ പറയല്ല. സാഹചര്യം മോശമായിരിക്കാം, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കാം, നീ വിചാരിക്കുന്നതായ ബാക്കപ്പ് കാണത്തില്ല. പക്ഷേ തിന്മ ഒരു കാരണവശാലും പറയല്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിൽക്കുന്നത് ഉണങ്ങി അസ്ഥി താഴ്വരയായിരിക്കാം, പക്ഷേ അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം കൂടെയുണ്ട്. അവസ്ഥകളെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം കൂടെയുണ്ട്. അവൻ നിൽക്കുന്നത് കേൾക്ക്, അസ്ഥി താഴ്വരയിലാണ് നിൽക്കുന്നത്. എല്ലാ ശുശ്രൂഷകരും കേൾക്കണം, അസ്ഥി താഴ്വരയിലാണ് നിൽക്കുന്നത്. സ്തോത്രം പറയാൻ ആളില്ല, അവിടെ കീബോർഡില്ല, ഹൈഫൈ വർഷിപ്പ് ലീഡേഴ്സോ മറ്റോ ബാക്കപ്പ് ചെയ്യാൻ ആൾക്കാരല്ലോ. ഒരു ബാക്കപ്പും വേണ്ട. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഈ പുസ്തകമെടുത്ത് ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, കർത്താവിൽ നീ ട്യൂൺഡാണെങ്കിൽ, നീ ദൈവത്തിൽ കണക്റ്റഡ് ആണ് എങ്കിൽ, നീ എഴുന്നേൽക്കുന്നത് പോലെയല്ല, 10 ആത്മാക്കളെ കൊണ്ട് മാത്രമേ നീ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവകൃപയാൽ സ്തോത്രം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, സാഹചര്യം നോക്കി ഒരു കാരണവശാലും തിന്മ പറയല്ല. മക്കളെ പിടിച്ചു വച്ച് നന്മ പറഞ്ഞാട്ടെ, അനുഗ്രഹങ്ങളെ പറഞ്ഞാട്ടെ, ജീവൻ പറഞ്ഞാട്ടെ. യാക്കോബ്, അബ്രഹാമിൻ്റെ കൊച്ചുമകൻ യാക്കോബ് മരണം പറഞ്ഞു. പക്ഷെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശു ഈ ലോകത്തിൽ മരിപ്പാൻ തന്നെയാണ് വന്നത്. പക്ഷെ അവൻ മരണത്തെ അല്ല പറഞ്ഞത്, മരിക്കും എന്നെവിടെ പറഞ്ഞോ, തൊട്ടും അടുത്ത വാക്യത്തിൽ അവൻ ജീവൻ പറഞ്ഞു, ഞാൻ ഉയർക്കും. കേട്ടില്ല. ഹല്ലേലൂയ.
യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് മരിപ്പാൻ തന്നെയാണ്. മത്തായി സുവിശേഷം 20:28, മർക്കോസ് 10:45. മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞാട്ടെ ജീവനെ നൽകുവാൻ വന്നിരിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ നൽകുവാൻ വന്നിരിക്കുന്നു. കേട്ടില്ല ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം ശബ്ദം ഉയർത്തി പറഞ്ഞേ, മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ നൽകുവാൻ വന്നിരിക്കുന്നു. അതെ, മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്നത് നമുക്ക് വേണ്ടി മരിപ്പാൻ വേണ്ടിയാണ് വന്നത്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ എപ്പോഴാണോ യേശു മരണം പറഞ്ഞത്, അയ്യോ ഞാൻ മരിക്കും എന്ന് പറഞ്ഞ കർത്താവ് നിർത്തിയില്ല. പകരം കർത്താവ് പറഞ്ഞത് ഞാൻ ഉയർക്കും. പകരം യേശു പറഞ്ഞത് ഞാൻ ഉയർക്കും. പറയണം, ഞാൻ നന്നാകും. സ്തോത്രം. ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ മാനിക്കപ്പെടും, ദൈവം എന്നെ ഉപയോഗിക്കും. കേൾക്കുന്നവർ എല്ലാവരും ശക്തിയോടെ ആമേൻ പറഞ്ഞാട്. സ്തോത്രം. യേശു കർത്താവ് ഉയർക്കുമെന്ന് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ചിലത് മാത്രം ഞാൻ പറയട്ടെ. ഒരു ദിവസം 46 വർഷം കൊണ്ട് പണിതുയർത്തിയതായ ഹെരോദാവിൻ്റെ ടെമ്പിൾ കോംപ്ലക്സിൽ യേശു നിൽക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 3:14 സ്തോത്രം ദേവാലയത്തിൻ്റെ കോംപ്ലക്സിൽ നിൽക്കുമ്പോൾ സ്തോത്രം ആരൊക്കെയോ ആ ടെമ്പിളിൻ്റെ ആ മന്ദിരത്തിൻ്റെ പണിയെ ഇങ്ങനെ വാഴ്ത്തുകയാണ്, വലുതെന്ന് പറയുകയാണ്. പക്ഷേ യേശു കർത്താവ് സ്തോത്രം 46 വർഷം കൊണ്ട് പണിതതായ ആ വലിയ ആലയത്തെ അല്ല, സ്വന്തം ശരീരത്തിലേക്ക് നോക്കി സ്തോത്രം അവനിങ്ങനെ പ്രവചനാത്മാവിൽ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ. മീനിങ് തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. ഈ മന്ദിരം പൊളിപ്പിൻ, പക്ഷെ 3 ദിവസം കൊണ്ട് ഞാൻ ഇതിനെ പണിയും. 46 വർഷം കൊണ്ടാണ് നിങ്ങൾ അതിനെ പണിതത്. ദാറ്റ് മീൻസ് 1/2 നൂറ്റാണ്ട് തികയാൻ 4 വർഷം മാത്രമേ കുറവുള്ളൂ. 46 വർഷം കൊണ്ടാണ് നിങ്ങൾ അത് പണിതത്. പക്ഷേ 3 ദിവസം കൊണ്ട് ഞാനിത് പണിയും. അർത്ഥം യേശു അന്നേ പ്രവചിക്കുകയായിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അർത്ഥം ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിങ്ങളെ പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല സഹോദരങ്ങളെ. നിന്റെ ജീവിതത്തെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ സഭയെ പൊളിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം നിങ്ങളെ പണിയുന്നവൻ കർത്താവാണ്. ശബ്ദമുയർത്തി പറഞ്ഞ യേശു എന്നെ പണിയുന്നു. കേട്ടില്ല? ഒരിക്കൽ കൂടെ ആരവാരത്തോടെ പറഞ്ഞു, യേശു എന്നെ പണിയെന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. യെസ്, കർത്താവിനെ പണിതുകൊണ്ടിരിക്കുന്നു. എന്നെ പൊളിക്കാൻ വിഷയങ്ങൾക്ക് കഴിയത്തില്ല. സ്തോത്രം. അതെ, വ്യക്തികൾക്ക് കഴിയത്തില്ല. വ്യക്തികൾക്കും വിഷയങ്ങൾക്കും നിങ്ങളെ പൊളിക്കാൻ കഴിയത്തില്ല. കാരണം ഉയർപ്പിൻ്റെ സന്ദേശം ഇതാണ്, യേശു നിങ്ങളെ പണിയുന്നു. സ്തോത്രം. അതെ, ഉയർപ്പിൻ്റെ മറ്റൊരു സന്ദേശമാണ്, പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിരിക്കും. പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ് ഉയർപ്പിൻ്റെ ശബ്ദം. നിങ്ങളെ പണിയുന്നതാണ് ഉയർപ്പിൻ്റെ ശബ്ദം എന്നതുപോലെ പ്രതിസന്ധികളും വെല്ലുവിളികളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഉയർപ്പിൻ്റെ ശബ്ദം. കള്ളക്കേസുകൾ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ, രോഗങ്ങളിൽ നിങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, പൈശാചിക ബന്ധനത്തിൻ്റെ ജയിലുകളിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, ഒരിക്കലും ഉദ്ധരിപ്പാൻ കഴിയത്തില്ല, പൊങ്ങി വരുവാൻ കഴിയത്തില്ല എന്ന വിഷയങ്ങളിൽ അടച്ചിട്ടിരിക്കുന്നുവെങ്കിൽ, സിംഹഗർജനം പോലെ ഉയർപ്പിന്റെ നാഥൻ ഉയർത്തെഴുന്നേറ്റവൻ നിന്നെ നോക്കി പറയുന്നു, യെസ്, നീ പുറത്തു വരും, നീ പുറത്തു വരും. മത്തായി സുവിശേഷം 12-ാം അധ്യായം, മത്തായി സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യത്തിൽ മതാനുസാരികളും മത നേതാക്കന്മാരും നിരന്നിരുന്ന സദസ്സിനെ നോക്കി യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഹാവ് യു എവർ ഹേർഡ് ഓഫ് ജോന? യോനയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇതാ യോനയിലും വലിയവൻ. യോനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യോനയിലും വലിയവൻ. യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ. അതെങ്ങനെയായിരുന്നത്? യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ. അർത്ഥം അണ്ടർലൈൻ ചെയ്താട്ടെ, ആ പോലെ. യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നപ്പോൾ സ്തോത്ര കടൽ പുല്ല് അവന് തലയണിയായിരുന്നു. അർത്ഥം ലിറ്ററലി യോന മരിച്ചു എന്ന്. സ്തോത്രം. കടൽ പുല്ല് അവന് തലയണയായെന്ന് പറഞ്ഞാൽ ലിറ്ററലി അക്ഷരീകമായി യോന മരിച്ചു എന്ന്. എന്നാൽ ചത്ത യോനയെ ദൈവമായ കർത്താവ് പൊക്കി നിനവെ കൊണ്ടുവന്ന് നിർത്തി. അല്പം നാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പ്രവചിച്ചപ്പോൾ ഈ ബൈബിളിലെ ഏറ്റവും വലിയ മാനസാന്തരം ഉണ്ടായി. ഹല്ലേലൂയ. പത്രോസ് യോനയും തമ്മിൽ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടി എന്നിരിക്കട്ടെ. പത്രോസ് ഇപ്രകാരം എക്സൈറ്റഡ് ആ യോനയെ കണ്ടപ്പോൾ ചോദിച്ചു കാണും, സ്തോത്രമിടോ, ഞാൻ യെരൂശലേമിൽ 3000 പേരെ സ്നാനപ്പെടുത്തിയുള്ളൂ. എനിക്ക് യെരൂശലേമിൽ 3000 പേരെ കിട്ടിയുള്ളൂ. നിനക്ക് 1,20,000 പേരെ കിട്ടി.
ഓ കമോൺ പോയി. ഹല്ലേലൂയ. നിനക്ക് 1,20,000 പേര് കിട്ടി. എടോ സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷ, ചത്ത് കടന്നവന് ജീവൻ കൊടുത്ത് ദൈവം കൊണ്ടുവന്ന് ദൈവം അവരിലൂടെ ചെയ്യിപ്പിച്ചുവെങ്കിൽ എല്ലാം തീർന്നു ബ്രദർ, എല്ലാം തകർന്നു, അടിഞ്ഞു, അടിത്തട്ടിലായി എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ അരികിൽ നിൽക്കുന്ന കർത്താവ് പറയുന്നു, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവന്. അർത്ഥം പുതിയ നിയമത്തിന് യോനമാർ കേൾക്കട്ടെ. 2025 ഏപ്രിൽ മാസത്തിൽ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, നീ എത്ര ഒളിച്ച് നടന്നാലും, എത്ര പിന്മാറ്റത്തിൽ പോയാലും, എത്ര ദൈവത്തിൻ്റെ ട്രാക്കിൽ നിന്ന് വഴുതി പോയാലും, യോനയെ നിന്നെ കൊണ്ട് ദൈവം എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിന്നിലൂടെ തന്നെ ദൈവം ചെയ്യും. നിന്റെ കൊയ്ത്തിനെ വേറെ ആർക്കും തട്ടിയെടുപ്പാൻ കഴിയത്തില്ല. നിന്നിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ ഒരു കൊടുങ്കാറ്റിനും ഒരു കടലാനയ്ക്കും വിഴുങ്ങാനും കഴിയത്തില്ല, തടയാനും കഴിയത്തില്ല. കേൾക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. യോന കടലാനിയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും. യേശു കർത്താവ് ഉയർപ്പിൻ്റെ ശബ്ദമാണ് അതേ പറഞ്ഞത്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, മത്തായി സുവിശേഷം 20-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് സ്തോത്രം പറഞ്ഞത്, എന്നെ അവന്മാർ കൊല്ലാൻ കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കിനി യെരുശലേമിൽ പോകണ്ട, നമുക്ക് മാറി നടക്കാം എന്നല്ല കർത്താവ് പറഞ്ഞത്. നോക്ക്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ. ദാറ്റ് മീൻസ് സ്തോത്രം, യെരുശലേമിൽ ട്രാപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി, യെരുശലേമിൽ കൊലപാതക ശ്രമമുണ്ട്, എന്നെ കൊല്ലുവാൻ കാത്തിരിക്കുന്ന മനസ്സിലാക്കി കർത്താവ് പറയുന്നു, വാ. 12 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് ഇങ്ങോട്ട് പോകാം, നമുക്ക് യെരുശലേമിലേക്ക് പോകാം. നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ സകല ജാതികൾക്കും ഏൽപ്പിക്കും. അടുത്ത ശബ്ദം എല്ലാവരും, അടുത്ത വാക്യം എല്ലാവരും ഷൗട്ട് ചെയ്ത് വായിച്ചേ. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം. രാജാതി രാജാവായ യേശുവിൻ്റെ പ്രത്യേകത നോക്ക്, യേശുവിൻ്റെ മൈൻഡ് നോക്ക്. അവൻ പ്രശ്നം കണ്ടിട്ട് ഒഴിഞ്ഞു പോയതേ ഇല്ല. അവൻ പ്രശ്നം കണ്ടിട്ട് അവനെ കൊല്ലാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. യഹൂദ മതം, സ്തോത്രം, റോമ സാമ്രാജ്യം, 2 കക്ഷികൾ പണ്ട് വൈരത്തിലായിരുന്നു. ഇപ്പോൾ അവർ ഒന്നുചേർന്ന് യേശുവിനെ കൊല്ലുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് സ്തോത്രം അതേ വഴിമാറിപ്പോയില്ല. കഴിഞ്ഞ ആഴ്ച ഇതേ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കേട്ടതുപോലെ കർത്താവ് ദൈവത്തിൻ്റെ കഴുകനെ പോലെയായിരുന്നു. കഴുകൻ്റെ പ്രത്യേകത, ഹീസ് എ സ്റ്റോം ലവർ. സ്തോത്രം, കൊടുങ്കാറ്റിനെ ഭയപ്പെടാത്തവനാണ് കഴുകൻ. കമോൺ, ദൈവത്തിന്റെ കഴുകന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞേ. യെസ്, യെസ്. വെല്ലുവിളികൾ എനിക്കൊരു രസമാണ്, പ്രശ്നങ്ങൾ എനിക്കൊരു രസമാണ്. ഇന്ന് എൻ്റെ മുൻപിൽ കാണുന്നതായ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് നാളെ എനിക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇന്ന് എൻ്റെ മുൻപിൽ കാണുന്നതായ ഇടർച്ചക്കല്ല് നാളെ എനിക്ക് ചവിട്ടുപടിയാണ്. കമാൺ കമാൺ കമാൺ. ഇന്നെൻ്റെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് നാളെ എൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് സ്തോത്രം, അതേ നിയോഗമുള്ളവർ എന്ന് പറയട്ടെ. വെല്ലുവിളി എനിക്ക് ഉണ്ടാകല്ലേ എന്നല്ല എനിക്ക് പ്രാർത്ഥന, പ്രശ്നം എനിക്ക് ഉണ്ടാകല്ലേ എന്നല്ല എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ വന്നത് സ്റ്റെപ്പ് കയറിയായിരിക്കാം, ചിലർ വന്നത് ലിഫ്റ്റ് കയറിയായിരിക്കാം. നിങ്ങൾ ലിഫ്റ്റിൽ വന്നാലും അതേ സ്റ്റെപ്പിൽ വന്നാലും ഞാൻ പറയട്ടെ, പലപ്പോഴും എന്നെ ഇവിടെ എത്തിച്ചത് ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളാണ്, പെരുങ്കാറ്റുകളാണ്. ഒരു കാറ്റ് നിനക്ക് നേരെ നിന്നെ നിലംപരിചാകുവാൻ സ്തോത്രം വീശുന്നു എങ്കിൽ, ഈ ലോകത്തിൻ്റെ കാറ്റ് നിന്നെ നിലംപരിചാക്കാൻ, നിന്നെ തകർത്തിടുവാൻ വീശുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ ചുഴലിക്കാറ്റ് നിന്നെ ഉയർത്തുവാൻ നിന്റെ മേൽ വീശുന്നു. ഹല്ലേലൂയ.
രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, പ്രശ്നങ്ങളെ പേടിക്കല്ലേ പറഞ്ഞാട്ടെ, പ്രശ്നങ്ങളെ കണ്ട് പേടിക്കല്ലേ. യേശു കർത്താവ് മരണത്തെ കണ്ട് പേടിച്ചില്ല, യഹൂദ മതത്തെ, റോമ സാമ്രാജ്യത്തെ കണ്ട് കർത്താവ് പേടിച്ചില്ല. അവൻ പറഞ്ഞു, കം ലെറ്റ്സ് ഗോ ടു ജെറുസലേം, യെരുശലേമിലേക്ക് നമുക്ക് പോകാം. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ക്രൂശിനെ കണ്ട് കർത്താവ് റിവേഴ്സ് ഗിയർ ഇട്ട് പിന്നിലേക്ക് പോയില്ല, പകരം അവൻ ക്രൂശിലേക്ക് പോയി. യേശു ക്രൂശിനെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ്. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ ഏത് ക്ലബിലാ? ആരാ നിങ്ങളുടെ പാസ്റ്റർ? ഖമാ, പേടിച്ചിരിക്കാതെ. ഖമാ, ഹല്ലേലൂയ, സ്തോത്രം. നീ യേശു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിയില്ല, പകരം അവൻ ക്രൂശിലേക്ക് പോയി ക്രൂശിനെ പരാജയപ്പെടുത്തി അവൻ ഉയർത്തെഴുന്നേറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് 100% ഗ്യാരണ്ടിക്കാൻ ഞാൻ പറയുന്നു, നിനക്ക് നേരെ പണം വിടർത്തി നിൽക്കുന്ന സർപ്പം പോലെയുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് നിന്റെ മുൻപിൽ തോറ്റിരിക്കും. കാരണം ദൈവം അറിയാതെയല്ല നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം അത് അനുവദിച്ചത്. നിനക്കേ അതിനെ കീറുവാൻ കഴിയത്തുള്ളൂ, നിനക്കേ അതിനെ ജയിപ്പാൻ കഴിയത്തുള്ളൂ, നിനക്കേ അതിനെ തകർക്കേണ്ട കപ്പാസിറ്റി നിനക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് നിന്നെ തേടി അത് വന്നത്. ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, വിഷയങ്ങൾ കാണുന്ന വ്യക്തികൾ കേൾക്കട്ടെ, കമാൺ, ഒരത്ഭുതം കൂടെ നീ കാണുവാൻ പോകുകയാണ്. രണ്ടുപേരെ തൊട്ട് പറ, ഒരത്ഭുതം കൂടെ ഞാൻ കാണും. പെട്ടെന്ന് പറഞ്ഞേ, ഒരത്ഭുതം കൂടെ ദൈവകൃപയാൽ നീ കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂശ് ഒരിക്കലും യേശുവിനെ സംബന്ധിച്ച് തിന്മയല്ല, ക്രൂശ് നന്മയാണ്. യോഹന്നാൻ സുവിശേഷം സ്തോത്രം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഓ, ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കും, പക്ഷേ അത് ചത്തു എങ്കിലോ വളരെ ഫലം ഉണ്ടാകും. ഗോതമ്പ് മണി അങ്ങനെ ഇരുന്നാൽ, ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കും, അത് ചത്തു എങ്കിലോ വളരെ ഫലം ഉണ്ടാകും. ഓ, യങ് ജനറേഷനെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾ വർധനവ് ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങളൊരു കൊയ്ത്തിനെ ആഗ്രഹിക്കുന്നു എങ്കിൽ, നീ ഫ്രിഡ്ജിലും അലമാരയിലും നിന്റെ കംഫർട്ട് സോണിലും അല്ല ഇരിക്കേണ്ടത്. നിന്റെ കംഫർട്ട് സോണിലിരുന്ന് നശിക്കുന്നതല്ല ആത്മീയ ജീവിതം. ടേക്ക് സം അഡ്വഞ്ചർ. സ്തോത്രം. അതെ, ഒരു അഡ്വഞ്ചറസായി, സ്തോത്രം, സാഹസികമായി നിലത്ത് വീണ് നശിക്കാനായി ദൈവകരങ്ങളിൽ അങ്ങ് ഇട്ടുകൊടുക്കുമ്പോൾ, നിലത്ത് വീഴുമ്പോൾ കൃപയില്ലാത്തവനും കൃപ കളഞ്ഞവരും കൃപയില്ലാത്തവരും നീ നിലത്ത് വീഴുമ്പോൾ പറയും, ദൈവം നിന്നെ അടക്കിയെന്ന്. നിലത്ത് കിടക്കുമ്പോൾ, നിലത്ത് വീഴുമ്പോൾ നിന്നെ നോക്കി മറ്റുള്ളവർ പറയുമായിരിക്കും, ദൈവം നിന്നെ അടക്കിയെന്ന്. നോ 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 നോ, നീ നിലത്ത് കിടക്കുമ്പോൾ ദൈവം നിന്നെ അടക്കിയതല്ല, അടുത്ത വർധനവിന് വേണ്ടി ദൈവം നിന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. ബന്ധുക്കളെയും സ്വന്തക്കാരുടെയും നടുവിൽ നിലത്ത് കിടക്കുന്ന ഗോതമ്പ് പോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തിത്വങ്ങൾ കേൾക്കട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ നാമത്തിൽ ആർക്കും ചിന്തിപ്പാൻ കഴിയാത്ത ഒരു കൊയ്ത്തിന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഉയർപ്പിൻ്റെ ശബ്ദം അതൊരു വർധനവിൻ്റെ ശബ്ദമാണ്. യെസ്, ഒറ്റ മണിയായി വീണ് കിടക്കുന്നവർ കേൾക്കണം, അനേകം കതിരുകളായി ദൈവകൃപയാൽ നീ വർദ്ധിപ്പാൻ വേണ്ടി പോകുകയാണ്. ഓ, കമാൺ, നിങ്ങൾക്ക് വേണ്ടേ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഇത് നിന്റെ വർധനവിൻ്റെ സീസൺ ആകട്ടെ, വർധനവിൻ്റെ സീസൺ ആകട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല തിരുവചനം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം അതേ തൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, സ്തോത്രം, ഞാൻ മരിച്ചു പോകും എന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞത്. അവൻ പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകുന്നു. അർത്ഥം, സ്തോത്രം, അതെ, എന്തെങ്കിലും വെല്ലുവിളി നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് പ്ലാൻ ചെയ്തതുപോലെ പ്ലാൻ ചെയ്താട്ടെ. ഒരിക്കലൂടെ ഈ ക്രൈസിസിന് ശേഷം
ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്താട്ടെ. ഹോസ്പിറ്റൽ വാർഡുകളിലിരുന്ന് കേൾക്കുന്നവർ ഇന്ന് പകൽക്കാലം സ്തോത്രം കേൾക്കണം. ഈ ചികിത്സയ്ക്ക് ശേഷം സ്തോത്രം എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്നവർ ഇതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതോടെ ഞാൻ തീർന്നു പോകുന്നില്ല. സോ ക്രൂശിക്കപ്പെടാൻ ഓൺ ദ വേ പോകുന്ന യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, സ്തോത്രം അതെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാരണം മരണത്തെ എന്നെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമാണ്. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. ഇൻ ജീസസ് നെയിം. മനസ്സിലാക്കുന്നു നിങ്ങൾക്ക്? യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ക്രൈസിസിന് ശേഷം എന്ത് ചെയ്യുമെന്ന് അതേ പ്ലാൻ ചെയ്താട്ടെ. വിശ്വാസത്താൽ നിങ്ങളുടെ ബൈബിളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിലോ എടുത്ത് എഴുതണം. ഇതിന് ശേഷം എന്തൊക്കെയാണ് കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം ഇൻ ജീസസ് നെയിം ഈ ക്രൈസിസിൽ, ഈ വെല്ലുവിളിയിൽ നീ തൊലഞ്ഞു പോകത്തില്ല. ഇതിനപ്പുറം ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തതായ വലിയ പദ്ധതികളുണ്ട്. കരങ്ങളടിക്കുന്നെങ്കിൽ ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അവസാനമായി വളരെ ആവേശത്തോട് പറയട്ടെ, അവിടെ ഒരു ലോക്കൽ രാജാവ് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് തന്ന ഒരു ദൂതാണിത്. കാരണം ഞങ്ങളുടെ സ്വന്തം ദേശത്ത് ഒരു വലിയ സ്തോത്രം മത നേതാവ് വന്ന് 38 മൈക്ക് ഇങ്ങനെ ചുറ്റും വെച്ച് 1997 98 ഇങ്ങനെ പ്രസംഗിച്ചു. 38 മൈക്രോഫോൺ തൻ്റെ ചുറ്റും വെച്ച് സ്തോത്രം താൻ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു ചെറുക്കൻ എഴുന്നേറ്റിട്ടുണ്ട്, അവൻ്റെ പേര് സുരേഷ് ബാബു എന്നാണ്. അടുത്ത വ്യാഴാഴ്ച അവൻ ഇന്ന സ്കൂൾ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്നു. സുജിത്തിനറിയാനേക്കാൾ ബെറ്ററായിട്ട് സ്തോത്രം. അതെ, അടുത്ത വ്യാഴാഴ്ച, ഇന്ന് ഞായറാഴ്ചയാണ്, അടുത്ത വ്യാഴാഴ്ച ഇന്ന സ്കൂൾ ഗ്രൗണ്ടിൽ അവൻ പോയി പ്രസംഗിക്കുന്നു. നിങ്ങൾ പോയി അവൻ്റെ തല വെട്ടണം. ഹല്ലേലൂയ. നിങ്ങൾ പോയി അവൻ്റെ തല വെട്ടണം. അപ്പോൾ 38 മൈക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കുക, അങ്ങളെ അത്രയും മൈക്ക് വെച്ച് എന്തിനാണ്? മക്കളെ, എൻ്റെ ചുറ്റും വരുന്ന ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു, ബാക്കിയുള്ളൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അത്രയും മൈക്ക് വെച്ച് പറഞ്ഞത്. സ്തോത്രം. നിങ്ങൾ പോയി അവൻ്റെ തലവെട്ടണം. സ്തോത്രം. അതെ, തലവെട്ടണം. ഒരു കേസും ഇല്ലാതെ നിങ്ങളെ ഞാൻ പുറത്തിറക്കിക്കൊള്ളും. നിങ്ങൾ ചോദിക്കും, അമ്മ പറഞ്ഞവൻ എവിടെ പോയി? അയാളെ അസ്ഥി ഇന്ന് പകലും മണ്ണിനടിയിൽ ദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പറഞ്ഞ ആളിൻ്റെ അസ്ഥി മണ്ണിൻ്റെ അരികിൽ ദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃപയോടെ നിർത്തിയ ദൈവത്തിനായി സ്തോത്രം. അഹങ്കാരമല്ല, താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പറയട്ടെ, നിങ്ങളെ തടയുവാൻ ഒന്നിനും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. യേശുവിനെ സ്നാനപ്പെടുത്തിയവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അവൻ്റെ തലവെട്ടി ഒരു രാജാവായിരുന്നു ഹെരോദാവ്. അവൻ തലവെട്ടിയിട്ട് ആ വാളിങ്ങനെ കഴുകുമ്പോൾ ഹെരോദാവ് ഇങ്ങനെ പറഞ്ഞു, ഇവനേക്കാൾ പവർഫുള്ളായ വേറൊരാളുണ്ട്, അവന് വേണ്ടിയാണ് ഈ വാൾ കഴുകുന്നത്. യോഹന്നാനാണെങ്കിൽ പ്രസംഗം മാത്രമേ ഉള്ളൂ, വചനം മാത്രമേ ഉള്ളൂ. മറ്റവനാണെങ്കിൽ അങ്ങനെയല്ല, ശക്തിയും കൂടെയുണ്ട്. അവൻ്റെ മുമ്പിൽ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതം വിട്ടുപോകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു. അതുകൊണ്ട് സ്തോത്രം. ഇനി ഈ വാള് കഴുകി ഞാൻ സൂക്ഷിക്കുന്നത് അവൻ്റെ തല വെട്ടാൻ വേണ്ടിയാണ്. അത് കേട്ടിട്ട് ആൾക്കാർ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, ഇതാ ഹെരോദാവ് യോഹന്നാൻ സ്നാപകൻ്റെ തലവെട്ടിയതുപോലെ നിൻ്റെ തലവെട്ടാൻ വേണ്ടി പോകുകയാണ്. അത് കേട്ടപ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര പേടിയാകുന്നു പത്രോസേ എന്നല്ല യേശു പറഞ്ഞത്. ഹെരോദാവ് നിൻ്റെ തലവെട്ടാൻ വാള് കഴുകി ഇതാ വാള് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ യേശു കർത്താവ് അയ്യോ എനിക്ക് മോഹാലസ്യം പോലെ വരുന്ന ഒരു ഗ്ലാസ് വെള്ളം താ എന്നല്ല യേശു പറഞ്ഞത്. യേശുവിൻ്റെ സിംഹം അങ്ങ് ഉണർന്നു. ഈ വെല്ലുവിളി വരുമ്പോൾ നിൻ്റെ ആടിൻ്റെ അനോയിൻറ്റിങ് ഓഫ് ചെയ്തിട്ട് ലയൻ്റെ മോഡിൽ നീ ഓപ്പറേറ്റ് ചെയ്യണം.
കമോൺ, ഇന്ന് ആരുടെയോ മോഡ് ചേഞ്ച് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. പ്രശ്നം വെല്ലുവിളി വരുമ്പോൾ കോളർ പൊക്കി എനിക്ക് പോരാട്ടമുണ്ട് എന്നല്ല നീ പറയേണ്ടത്, എൻ്റെ മേൽ കർത്താവുണ്ട് എന്നാണ് നീ തെളിയിക്കേണ്ടത്. ഹെരോദാവ് നിന്നെ കൊല്ലാൻ പോകുന്ന യേശുവേ എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ റെസ്പോണ്ട് ചെയ്തതെന്ന് പറയാം? യു ഗോ ആൻഡ് ടെൽ ദാറ്റ് ഫോക്സ്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഞാൻ നാളെയും സുവിശേഷം പ്രസംഗിക്കും, രോഗികളെ സൗഖ്യമാക്കും. തീർന്നില്ല, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവൻ രാജാവെങ്കിലേ, ഹെരോദാവ് രാജാവെങ്കിൽ ഞാൻ രാജാതി രാജാവ്, അവൻ ലോക്കൽ രാജാവ്. പക്ഷെ സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാതവിട. ഞാൻ ഈ ലോകത്തിൽ വന്നത് എൻ്റെ പിതാവിൻ്റെ ടൈമില്ല, ഞാൻ ജനിച്ചത് ദൈവത്തിൻ്റെ ടൈമില്ല, ഞാൻ സ്നാനപ്പെട്ട ദൈവത്തിൻ്റെ ടൈമില്ല, ഞാൻ ശുശ്രൂഷ തുടങ്ങിയത് ദൈവത്തിൻ്റെ ടൈമില്ല, ഞാൻ ശുശ്രൂഷ നിർത്താൻ പോകുന്നത് ദൈവത്തിൻ്റെ ടൈമില്ല. നിങ്ങൾ കേട്ടില്ല? ഞാൻ മരിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ടൈമില്ല. തീർന്നില്ല, ഞാൻ ഉയർക്കാൻ പോകുന്നത് ഞാൻ ഉയർക്കുന്നതും ദൈവത്തിൻ്റെ ടൈമില്ല. എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. കമോൺ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആരുടെയോ ജീവിതത്തിൻ്റെ വാച്ചിനെ കർത്താവ് കറക്റ്റ് ചെയ്യുകയാണ്. എല്ലാ ഡിലേ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. സകലത് ഓൺ ടൈം ആകട്ടെ. സാഹചര്യങ്ങൾ തിന്മയായി നിന്നപ്പോൾ, ചുറ്റുപാടുകൾ തനിക്കെതിരെ നിന്നപ്പോൾ, രാജാക്കന്മാർ എഴുന്നേറ്റപ്പോഴൊക്കെ യേശു കർത്താവ് ചുറ്റുപാടുകളല്ല പറഞ്ഞത്, സാഹചര്യമല്ല പറഞ്ഞത്, മരണമല്ല പറഞ്ഞത്, തകർച്ചയല്ല പറഞ്ഞത്. അയ്യോ, ചുറ്റികയുടെ വലിപ്പം, ആണിയുടെ നീളം, ക്രൂശിൻ്റെ സൈസ്, ഇതൊന്നുമല്ല യേശു പറഞ്ഞത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഐ ഷാൾ റൈസ് അഗൈൻ, ഞാൻ ഉയർത്തെഴുന്നേൽക്ക്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഞാൻ ഉയർത്തെഴുന്നേൽക്ക്. കേട്ടില്ല? ഒരിക്കൽ കൂടെ. അതുവരെ ആർക്കും നടന്നു കിട്ടിയില്ല, പക്ഷെ എനിക്കത് നടക്കും. ഓ കമോൺ, എനിക്ക് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവരാരും ഉയർത്തില്ല, പക്ഷെ ഞാൻ ഉയർത്തും. ഏലിയാവ്, ഹാനോക്ക് രണ്ടുപേരും മരണം കാണാതെ എടുത്തുകൊള്ളപ്പെട്ടു, ബാക്കി എല്ലാവരും മരിച്ചു, പക്ഷേ വേറെ ആരും ഉയർത്തില്ല, പക്ഷെ ഞാൻ ഉയർക്കും യേശുവിൻ്റെ നാമത്തിൽ. വേറെ ആരെങ്കിലും നടന്നതിൻ്റെ ബാക്കിയല്ല, ആരെങ്കിലും നടക്കാത്തത്, ഒരു വീട്ടിൽ നടക്കാത്തത്, ഒരു ഭാവിയിൽ. അയ്യോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വിശ്വാസമുണ്ടോ? ആർക്കും നടക്കാത്തത്, ഒരു ഭവനത്തിൽ സംഭവിക്കാത്തത്, ഒരു ഭാവിയിൽ ഉണ്ടായിട്ടില്ലാത്തത്, ഒരു ശുശ്രൂഷയിൽ നടന്നിട്ടില്ലാത്തത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആരെയോ ബെഞ്ച് മാർക്കായി, ആരുടെ ലൈഫിനെ ബെഞ്ച് മാർക്കായി ഈ തലമുറകൾ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. ആരെല്ലാം നടക്കാത്തത്, നടക്കാൻ സാധ്യതയില്ലാത്തത് കർത്താവ് പ്രവചിച്ച് നടന്നു. ഐ ഷാൽ റൈസ് അഗൈൻ, ഞാൻ ഉയർക്കും. യെസ്, ഞാൻ ഉയർക്കും. ഈ ഇൻട്രഡക്ഷനോടെ നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. ആദ്യ ഫലമായ ഉയർപ്പ്. സ്തോത്രം. ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് റിസറക്ഷൻ, ഉയർപ്പിൻ്റെ ആദ്യ ഫലം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഉയർപ്പിൻ്റെ ആദ്യ ഫലം. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്തോത്രം, ഉയർപ്പിൻ്റെ ആദ്യ ഫലം. ഹേ പൗലോസ്, എന്താ നീ സംസാരിച്ചു വരുന്നത്? പൗലോസ് പറയും, സ്തോത്രം, അതെ, യഹോവയുടെ 7 ഉത്സവങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യഹോവയുടെ 7 ഉത്സവങ്ങൾ. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലാണ് യഹോവയുടെ 7 ഉത്സവങ്ങൾ. ആദ്യത്തെ 3 ഉത്സവങ്ങൾ, സ്തോത്രം, ഒരുമിച്ച് നിൽക്കുന്നു. അവസാനത്തെ 3 ഉത്സവങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു.
പറഞ്ഞോട്ടെ. ആദ്യത്തെ 3 ഉത്സവങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, അവസാനത്തെ 3 ഉത്സവങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, ഇടയ്ക്ക് ഒരു ഉത്സവം ഒറ്റയ്ക്ക് നിൽക്കുന്നു. സോ 3+3 3 + 3 6, സെൻട്രലിലുള്ളതായ ഒരെണ്ണം, മധ്യത്തിലുള്ള ഒരെണ്ണം കൂടെ ചേർത്ത് സ്തോത്രം 7 എണ്ണം. വളരെ ശ്രദ്ധിക്കണമേ. ലേവ്യാപുസ്തകം 23-ാം അധ്യായമായി വായിക്കുമ്പോൾ 3 പ്രാവശ്യം സകല യഹൂദന്മാരും യെരൂശലേമിൽ വന്ന് കർത്താവിനെ ആരാധിക്കണമായിരുന്നു. ഈ ഉത്സവ ദിവസങ്ങളിൽ 3 പ്രാവശ്യം, ഒരു വർഷത്തിൽ 3 പ്രാവശ്യം യെരൂശലേമിൽ വന്ന് ദൈവത്തെ ആരാധിക്കണമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്തോത്രം ക്രൈസ്റ്റ് സെൻ്റർ പോലെയുള്ളതായ ചർച്ചസ് സ്തോത്രം അതെ രഹസ്യത്തിലും പരസ്യത്തിലും മറ്റും സ്തോത്രം വിശ്വാസികളോട് പറയുന്നത് മിനിമം 3 ടൈംസ് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതൊരു റിലീജിയസ് മോഡിലാകല്, അതൊരു റിലേഷൻഷിപ്പിലായിരിക്കണം, അതൊരു ബന്ധത്തിലായിരിക്കണം. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞ്. സോ യഹൂദന്മാർ സ്തോത്രം 3 പ്രാവശ്യം യെരൂശലേമിലേക്ക് വരുമായിരുന്നു. മറിയം യോസഫും യേശു കർത്താവിനെ കൊണ്ട് ഒരു വർഷത്തിൽ സ്തോത്രം അതെ 3 പ്രാവശ്യം സ്തോത്രം യെരൂശലേമിലേക്ക് വന്നത് ഈ നിബന്ധന പ്രകാരമാണ്. സോ ആദ്യത്തെ 3 സ്തോത്രം അതെ ഉത്സവങ്ങൾ വസന്തകാലത്തിലാണ്. അവസാനത്തെ 3 ഉത്സവങ്ങൾ അത് ശിശിരകാലത്തിന് തൊട്ട് മുൻപിലാണ്. ഇടയ്ക്കുള്ളതായ ഉത്സവം സ്തോത്രം അതിന് മധ്യത്തിലുള്ളതായ വേനൽക്കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. സ്തോത്രം അതിനർത്ഥം വസന്തകാലം, അതായത് ഈ സമയത്താണ് ആദ്യത്തെ 3 ഉത്സവങ്ങൾ യെരൂശലേമിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിൽ നടക്കുന്നത്. ആദ്യത്തെ 3 ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്ഓവർ പെസഹ, രണ്ടാമത് അൺലീവൻ ബ്രെഡ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, മൂന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ആദ്യ ഫല പെരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. സ്തോത്രം. സോ പെസഹ അതെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യ ഫല പെരുന്നാൾ, ഈ 3 ഉത്സവങ്ങൾ സ്തോത്രം അടുത്തടുത്ത ദിവസങ്ങളിലായിരിക്കും. അതിന് തൃത്വം എന്ന് പറവാൻ തക്കണം കഴിയും. സ്തോത്രം അതെ ആദ്യ പെരുന്നാൾ കഴിഞ്ഞ് 50-ാം ദിനത്തിലാണ് 4ാമത്തെ ഉത്സവമായ പെന്തക്കോസ്റ്റ് നടക്കുന്നത്. സ്തോത്രം അത് കഴിഞ്ഞ് ലോങ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ദീർഘ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ദീർഘ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ശിശിരകാലത്ത് സ്തോത്രം ശിശിരകാലത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതായ സ്തോത്രം അതെ റോഷ് ഹഷന്ന അഥവാ എന്താണ് സ്തോത്രം അതെ കാഹളോത്സവം നടക്കുന്നത്. സ്തോത്രം കാഹളോത്സവം നടക്കുന്നത് അതിന് 3ാമത്തെ സ്തോത്രം അതിൻ്റെ 3ാമത്തെ സെഗ്മെൻ്റ് ആയിട്ടാണ്. ഞാൻ ആവർത്തിക്കുന്നു, ആദ്യത്തെ 3 സ്തോത്രം ഉത്സവങ്ങൾ, ആദ്യത്തെ 3 ഉത്സവങ്ങൾ പാസ്ഓവർ പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പെന്തക്കോസ്റ്റ് പാസ്ഓവർ പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യ പെരുന്നാൾ ഒരുമിച്ച് നിൽക്കുന്നു. പെന്തക്കോസ്റ്റ് സ്തോത്രം പെന്തക്കോസ്റ്റ് ഉത്സവം അത് കഴിഞ്ഞിട്ട് 50-ാം ദിവസം നടക്കുന്നു. എന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏതൊക്കെയാണ് സ്തോത്രം കാഹളോത്സവം, മഹാപാപ പരിഹാര നാൾ എന്ന് പറയുന്ന യോം കിപ്പൂർ, അത് കഴിഞ്ഞിട്ട് കൂടാര പെരുന്നാൾ നടക്കുന്നത്. ഇത്രയും കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടെ പറയാം. സ്തോത്രം. മോണിറ്ററില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം. സ്തോത്രം. അതെ പാസ്ഓവർ പെസഹ, നമ്പർ 2 രണ്ടാമത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, മൂന്നാമത് ആദ്യ ഫല പെരുന്നാൾ ആദ്യം നടക്കുന്നു. അത് കഴിഞ്ഞ് 50-ാം ദിവസം പെന്തക്കോസ്റ്റ് നടക്കുന്നു. അവസാനം വന്നിട്ട് സ്തോത്രം അതെ കാഹളോത്സവം, പിന്നെ ഡേ ഓഫ് അറ്റോണിമെൻറ്റ് മഹാപാപ പരിഹാര നാൾ, പിന്നെ കൂടാര പെരുന്നാൾ ഏറ്റവും അവസാനം നടക്കുന്നു. സ്തോത്രം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ 7 ഉത്സവങ്ങളും പ്രൊഫറ്റിക്കാണ്, പ്രവചന ക്രിയ ആയിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 3 ഉത്സവങ്ങൾ യേശു കർത്താവിൻ്റെ 1ാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ, ഇതുവരെ കേട്ടിട്ടില്ല, ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ആദ്യത്തെ 3 ഉത്സവങ്ങൾ യേശു കർത്താവിൻ്റെ 1ാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ, അവസാനത്തെ 3ാമത്തെ ഉത്സവങ്ങൾ യേശു കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ കൂടെ, ആദ്യത്തെ 3 ഉത്സവങ്ങൾ യേശു കർത്താവിൻ്റെ 1ാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ, അവസാനത്തെ സ്തോത്രം അതെ 3 ഉത്സവങ്ങൾ യേശു കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലാവുന്ന കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ഒരിക്കൽ കൂടെ പിന്നിൽ കേൾക്കുന്നെങ്കിൽ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഐ നോ ഇന്ന് എനിക്ക് അല്പം പോലും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബാക്കപ്പ് കിട്ടിയിട്ടില്ല. സ്തോത്രം. ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. സ്തോത്രം. ഞാൻ വളരെ നന്നായിട്ട് ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. വളരെ അമേസിങ്. ഏതോ ഒരു സ്ട്രേഞ്ച് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. സ്തോത്രം. കാരണം ഈ പെർഫോമേഴ്സും എനിക്കും തമ്മിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പെർഫോമറല്ല, ഞാൻ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. ഓക്കെ, അത് നമുക്ക് പിന്നെ പറയാം.
അതുകൊണ്ട് കേൾക്ക്, സ്തോത്രം. അതെ, ആദ്യത്തെ 3 പെരുന്നാളെന്ന് പറയുന്നത്, ആദ്യത്തെ 3 ഉത്സവം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ 1ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നു. അർത്ഥം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു, സ്തോത്രം, പാസ് ഓവർ, പെസഹ നാളിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന പാപത്തിന് പരിഹാരത്തിനായി മരിച്ചു. പെസഹ നാളിൽ യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. നമ്പർ 2, രണ്ടാമത്, സ്തോത്രം, അതെ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ പാപമില്ലാത്തവനായ കർത്താവ്, സ്തോത്രം, ആ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ആദ്യ ഫല പെരുന്നാളിൻ്റെ നാളിൽ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പറഞ്ഞാൽ, കാഹളോത്സവത്തിൻ്റെ നാളിൽ എന്ന് പറയാൻ കഴിയത്തില്ല. കാഹളോത്സവം പോലെ മധ്യാകാശത്തിൽ കാഹളം കേൾക്കുമ്പോൾ സഭ എടുത്തുകൊള്ളപ്പെടുന്നു. 7 സംവത്സരം മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. സ്തോത്രം, അതെ, കർത്താവിനോട് കൂടിയായിരിക്കുന്നു. എന്നെന്നും ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന ക്രമത്തിൽ കൂടാര പെരുന്നാൾ ആയി ആചരിക്കുന്നു. മനസ്സിലായ രാമേൻ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പെസഹ നാളിൽ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ അവൻ കല്ലറയ്ക്കുള്ളിലായിരുന്നു. ആദ്യ പല പെരുന്നാളായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അവസാനത്തെ 3 ഉത്സവങ്ങൾ നോക്കുമ്പോൾ, സ്തോത്രം, കാഹളോത്സവം പോലെ മധ്യാകാശത്തിൽ കാഹളം തുരിക്കുമ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക്, സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തു സഭയെ ചേർപ്പാൻ കടന്നു വരുന്നു. അതെ, സ്തോത്രം, ഡേ ഓഫ് അറ്റോണിമെൻ്റ്, ദൈവത്തോട് കൂടി ആയിരിക്കുന്നതിനനുസൃതമായി 7 വർഷം കുഞ്ഞാടിനോടൊപ്പം സഭ മധ്യാകാശത്തിലായിരിക്കുന്നു. ദെൻ ഫൈനലി, സ്തോത്രം, അതെ, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമെന്ന അർത്ഥത്തിൽ, സ്തോത്രം, കർത്താവിനോടുകൂടെ നാം ഫോർ എവർ ആൻഡ് എവർ എന്നേക്കും യേശു കർത്താവിനോടുകൂടെ നമ്മളായിരിക്കും. ആദ്യത്തെ 3 ഉത്സവങ്ങൾ യേശുവിൻ്റെ 1ാമത്തെ വരവും, അവസാനത്തെ 3 ഉത്സവങ്ങൾ യേശു കർത്താവിൻ്റെ 2ാം വരവിനെയും, സ്തോത്രം, അത് പ്രതിനിധാനം ചെയ്യുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവത്തിൻ്റെ ജനം മനസ്സിലാക്കേണ്ടത്, 4ാമത്തെ ഉത്സവം ചർച്ച ഏജനെയാണ് കാണിക്കുന്നത്. ഒരിക്കൽ കൂടെ, 4ാമത്തെ, സ്തോത്രം, ഉത്സവമായ പെന്തക്കോസ്ത് 120 പേർ മാളികമുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ ദൈവമായ കർത്താവ് അവരെ നിറച്ചത് അവരെ തന്നെ ഉയർത്താനല്ല, ചെത്താനല്ല, പകരം യേശുവിൻ്റെ സാക്ഷികളാക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ, സ്തോത്രം, അത് ദൈവം നമ്മെ നിറച്ചത് മനസ്സിലാക്കണം. സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ നിറച്ചത് ഓരോ ഞായറാഴ്ച വന്ന്, സ്തോത്രം, സീനിയർ പാസ്റ്റർ, ലീഡ് പാസ്റ്റർ, ഏതോ മറ്റേ പാസ്റ്റർ എന്ന് പറഞ്ഞ്, സ്തോത്രം, ഗാഡ് ഓഫ് ഓണർ സ്വീകരിക്കാനല്ല. നോവേ നോവേ നോവേ, പകരം, സ്തോത്രം, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. ദൈവം നമുക്ക് ആരോഗ്യം തരുന്നത്, ദൈവം നമുക്ക് ശക്തി തരുന്നത്, ദൈവം നമുക്ക് ശബ്ദം തരുന്നത് ഒന്നും നമ്മെ ഉയർത്താനാകല്ല, പകരം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. നിങ്ങൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറഞ്ഞത്, എൻ്റെ സാക്ഷികളാകും എന്നതിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന മട്ടിയാസ് എന്ന പദത്തിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ ചർച്ച് ഏജിൽ ഇനി നീ അല്ല ഫങ്ഷൻ ചെയ്യുന്നത്, നിന്നെ അല്ല നീ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്, നിന്നെ അല്ല ഉയർത്തുന്നത്, പകരം യേശുവായിരിക്കണം നിന്നിലൂടെ വെളിപ്പെടുന്നത്. നിന്റെ ശബ്ദം കേട്ട് ഓരോ രാത്രികൾ 10 ലക്ഷം പേര് രക്ഷിക്കപ്പെട്ടാലും, സ്തോത്രം, കുളത്തിലല്ല, നദിയിലല്ല, ബീച്ചസിൽ നിങ്ങൾ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്നാനപ്പെടുത്തിയാലും നിന്റെ നാമമല്ല ഉയരേണ്ടത്, യേശുവിൻ്റെ നാമമായിരിക്കണം ഉയരേണ്ടത്. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. സോ ചേർച്ച് ഏജാണ്, സ്തോത്രം, സെൻട്രൽ നിങ്ങൾക്ക് കാണാൻ തക്കണം കഴിക്കുന്നത്. സ്തോത്രം. ആദ്യത്തെ 3 ഉത്സവങ്ങൾ, അവസാനത്തെ 3 ഉത്സവങ്ങൾ, ഞാൻ ആവർത്തിക്കുന്നു, ആദ്യത്തെ 3 ഉത്സവങ്ങളിൽ യേശു കർത്താവിൻ്റെ 1ാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ, അവസാനത്തെ 3 ഉത്സവങ്ങൾ യേശു കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നു. സ്തോത്രം. അവസാനത്തെ 3 ഉത്സവങ്ങൾ തൃത്വം പോലെ ഒരുമിച്ച് കിടക്കുന്നു. ആദ്യത്തെ 3 ഉത്സവങ്ങൾ തൃത്വം പോലെ ഒരുമിച്ച് കിടക്കുന്നു. 3 ട്രിപ്പുകളാണ് യെരൂശലേമിലുള്ളത്. സ്തോത്രം. 3 പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ 3 ഉത്സവങ്ങളെ ഒരുമിച്ച് ആഘോഷിപ്പാനായി ജനം യെരൂശലേമിലേക്ക് എത്തുന്നു. അവസാനത്തെ 3 ഉത്സവങ്ങളെ ആചരിപ്പാൻ, സ്തോത്രം, ശൈത്യകാലത്തിന് മുമ്പ് അത് ഒരുമിച്ചെത്തുന്നത് സെൻട്രലിലുള്ള പെന്തക്കോസ്ത് ആചരിപ്പാൻ സെപ്പറേറ്റായി കിടന്നു വരുന്നു. സോ ആദ്യം 3 ഉത്സവം, സെൻട്രലിൽ 1 ഉത്സവം, അവസാനത്തെ, സ്തോത്രം, 3 ഉത്സവങ്ങൾക്കായി യഹൂദ ജനം, ദൈവത്തിൻ്റെ ജനം കടന്നു വരുന്നു. ഇത്രയും കേട്ടവർ ആമേൻ പറഞ്ഞാണ്ട്.
യെസ്, നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. നോക്കണമേ, പാസ് ഓവർ ദിനത്തിന്, പെസഹ ദിനത്തിന് കർത്താവ് യേശു ക്രിസ്തു, സ്തോത്രം, അതെ, രാവിലെ 9 മണിക്ക് അവൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടു. 100 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. രാവിലെ 9 മണിക്കാണ് ദേവാലയത്തിൽ എന്തോ ആരംഭിക്കുന്നത്? യാഗങ്ങൾ ആരംഭിക്കുന്നത്. രാവിലെ 9 മണിക്ക് ദേവാലയത്തിൽ യാഗങ്ങൾ ആരംഭിക്കുന്നു. കൃത്യം പാളയത്തിന് പുറത്ത്, യെരുശലേം, സ്തോത്രം, പട്ടണത്തിൻ്റെ സിറ്റി ഗേറ്റിന് പുറത്ത്, സ്തോത്രം, രാവിലെ 9 മണിക്ക് യേശു കർത്താവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെടുകയുണ്ടായി. 6 മണിക്കൂർ നേരം കർത്താവ് യേശു ക്രിസ്തു പരമയാഗമായി ക്രൂശുമേൽ തൂങ്ങി നിന്നു. എന്നെ ഏറ്റവും കൂടുതൽ, സ്തോത്രം, അതേ, ചിന്തിപ്പിച്ചതായ അല്ലെങ്കിൽ ആകർഷിച്ചതായ ഒരു കാര്യം, ആ വേദനയിൽ കിടന്ന് പിടയുമ്പോഴും കർത്താവ് തന്നെക്കുറിച്ചല്ല ചിന്തിച്ചത്. ഒരിക്കൽ കൂടെ വേദനയിൽ കിടന്ന് പിടയുമ്പോഴും യേശു ചിന്തിച്ചത്, ഇനി എന്തെങ്കിലും ഈ വചനത്തിൽ നിറവേറ്റാനുണ്ടോ? പോയി ഇനി എന്തെങ്കിലും ഈ വചനത്തിൽ നിറവേറ്റാനുണ്ടോ? അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 28 വാക്യമാണ് ഞാൻ പറയുന്നത്. യോഹന്നാൻ 19:28 നിങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, അതെ, അതിൻ്റെ ശേഷം സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് സകലതും തികച്ചു. അതുവരെയുള്ള സകലതും തികച്ചിട്ട്, സ്തോത്രം, തിരുവഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അർത്ഥം, സ്തോത്രം, അതെ, ബാക്കിയുള്ള സകലതും തികച്ചു. പെട്ടെന്ന് യേശു ഓർത്തത് തൻ്റെ കയ്യിലെ ആണിയുടെ, സ്തോത്രം, വേദനയും കാലിൻ്റെ ആണിയുടെ വേദനയും പുറത്ത് അടിച്ച് തകർത്തിരിക്കുന്ന 100 മുറിവിൻ്റെ വേദനയും അല്ല യേശു ഓർത്തത്. ശുശ്രൂഷകന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കേൾട്ടാട്ടെ, നീ നിന്നെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഇനി എന്തെങ്കിലും നിറവേറ്റാനുണ്ടോ? നീ സെൽഫ്ലെസ് ആണ്, നീ ഒന്നുമില്ല, നീ ചത്തുപോയി. നിന്റെ സുഖവും നിന്റെ സമാധാനവും അല്ല നീ ചിന്തിക്കേണ്ടത്. ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശു എൻ്റെ നിന്റെ മുൻമാതൃക. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അവൻ്റെ കാര്യമല്ല യേശു നോക്കിയത്. പെട്ടെന്ന് അവൻ ഓർത്തു, ഇനി ഒരു കാര്യം എനിക്ക് നിറവേറ്റാനുണ്ട്. ആ വേദനയുടെ നടുവിൽ, ആ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, ആ ഇരുട്ടത്ത്, സ്തോത്രം, അവൻ ചിന്തിച്ചു, ഇനി ഒരു കാര്യം എനിക്ക് നിറവേറാനുണ്ട്. ഞാൻ നിങ്ങൾ നോക്കി വെല്ലുവിളിച്ച ദൈവകൃപയിൽ ഈ തലമുറകൾ പറയട്ടെ, പിടയ്ക്കുന്ന ജീവിതമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്കുള്ളത്, ഒരു ഇരുണ്ട അനുഭവമായിരിക്കാം. സഹായിക്കാൻ ആരും കാണത്തില്ല. പക്ഷെ കരയിൽ പിടിച്ചിട്ട് പിടയ്ക്കുന്ന മത്സ്യം പോലെ കിടക്കുമ്പോഴും നമ്മുടെ ചിന്ത ഇതായിരിക്കണം, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സ്തോത്രം. തൻ്റെ പുറത്തുള്ള, തൻ്റെ സൈഡിലുള്ള, തൻ്റെ ശരീരത്തിനകത്തുള്ള തൻ്റെ മുൾക്കിരീടം, തൻ്റെ കൈകാലുകൾ, നോ, ഇതൊന്നുമല്ല അവൻ ചിന്തിച്ചത്. പെട്ടെന്ന് ഓർമ്മ വന്നു. സങ്കീർത്തനം 69:21 നിറവേറിയില്ല. 69:21 പറയുന്നു, ബിറ്റർ ഗാർക്ക്, കയ്പ് കാടി ഞാൻ കുടിക്കണമെന്ന്. ആദ്യം കയ്പ് കാടി ഗോൽഗോത്തയിൽ എത്തിയപ്പോൾ കൊണ്ടുവന്നതാ. ആദ്യം പറഞ്ഞു, നോ, എനിക്ക് വേണ്ട. എന്തുകൊണ്ട് കയ്പ് കാടി ആദ്യം വേണ്ടെന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ആൻ അനസ്തീഷ്യ. അതൊരു മയക്ക് മരുന്ന് പോലെയാണ്. അവൻ മയങ്ങിയിരുന്നെങ്കിൽ എൻ്റെ വേദന അവൻ അറിയാതെ പോയനെ. അവൻ മയങ്ങിയിരുന്നെങ്കിൽ എൻ്റെ വേദന എൻ്റെ കർത്താവിന് അറിയത്തില്ല, എൻ്റെ കണ്ണുനീര് അവൻ അറിയത്തില്ല, എൻ്റെ ദുഃഖം അവൻ അറിയത്തില്ല. എന്നാൽ എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. കമാൻ. അവൻ പാപം മാത്രം അവൻ അറിയത്തില്ല, പകരം പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. യേശുവിനെ നിൻ്റെ വേദന അറിയാം, യേശുവിനെ നിൻ്റെ കണ്ണുനീരറിയാം, യേശുവിനെ നിൻ്റെ ഒറ്റപ്പെടലറിയാം, യേശുവിനെ നിൻ്റെ നിന്ദ അറിയാം, യേശുവിനെ നിൻ്റെ പരിഹാസം അറിയാം. യെസ്, നിന്നെ നീ അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നോ, എനിക്ക് മയങ്ങി മരിപ്പാൻ ആഗ്രഹം ഇല്ല, എനിക്ക് ആ കയ്പ് കാടി വേണ്ട, ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. 6 മണിക്കൂർ നേരം വേദനയുടെ അങ്ങേറ്റത്തെ വേദന അനുഭവിച്ചിട്ട് അവസാനമാണ് ചോദിക്കുന്നത്, എനിക്ക് ദാഹിക്കുന്നു. ആൾറെഡി ഇത് അവിടെ എത്തിയപ്പോൾ കൊടുത്തതാണല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ല, മലയാളി തിരുവനന്തപുരക്കാർക്ക് മനസ്സിലായില്ല. ആദ്യം ആ മലയിലെത്തിയപ്പോൾ, കാൽവരി മലയിലെത്തിയപ്പോൾ കയ്പ് കാടി കൊടുത്താണ്. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് അനുഭവിക്കേണ്ട മാക്സിമം അനുഭവിച്ച് വേദന മുഴുവൻ ഏറ്റെടുത്ത് മുഴുവൻ വേദന പച്ച മാംസത്തിന് അനുഭവിച്ച് എൻ്റെ അപ്പുറത്തെ കള്ളൻ അറിഞ്ഞില്ല, കാരണം അവൻ കയ്പ് കാടി കുടിച്ചിരിക്കുക. ഇപ്പുറത്തെ കള്ളനും അറിഞ്ഞില്ല, സ്തോത്രം, അവൻ കയ്പ് കാടി കുടിച്ചിരിക്കുക. പക്ഷേ ഈ സെൻട്രലിൽ തകർന്ന് കിടക്കുന്നവനുണ്ടല്ലോ, അവൻ മുഴുവൻ വേദനയും അനുഭവിച്ച്. മറ്റേ കള്ളനാണെങ്കിൽ മുറിവുകളില്ല, അവൻ്റെ കയ്യിലും കാലിനും ആണി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവൻ്റെ കേസിൽ അങ്ങനെയല്ല, ഇവൻ്റെ കേസിൽ 100 കണക്കിന് മുറിവുകളുണ്ട്. ആക്ച്വലി ഇവനായിരുന്നു കയ്പ് കാടി കിൻഡൽ കണക്കിന് കൊടുക്കേണ്ടത്.
യവനായിരുന്നു ഏറ്റവും കൂടുതൽ കിൻഡൽ കണക്കിന് കയ്പ് കാടിക്കൂടെ. കാരണം ഗതശമനയിൽ നിന്ന് ഈ പരിപാടി തുടങ്ങിയതാ. അവൻ്റെ വിയർപ്പ് തുള്ളി രക്തത്തുള്ളി പോലെ ആയതാ. ഇവനെ കയ്പ് കാടി കൊണ്ടങ്ങ് മുക്കിയെടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ മുക്കി കിടത്തേണ്ടതായിരുന്നു. കാരണം അത്ര വലിയ വേദനയുണ്ട്. പക്ഷേ നോ അവൻ ആ കയ്പ് കാടി കുടിച്ചിട്ട് അവൻ ഉഴപ്പി. ക്രൂശിൽ യേശു അപ്പച്ചൻ ഉഴപ്പിയില്ല. കമാൺ, ഇന്ന് തന്നെ ഈ തലമുറയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സഭ ഏറ്റെടുക്കണം, ഈ ദൂത് ഏറ്റെടുക്കണം, ഈ ദൂത് ഏറ്റെടുക്കണം. വിശ്വാസത്തിൽ ഞാൻ ഉഴപ്പത്തില്ല. യെസ് 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 യെസ്. ഓ യെസ്. ഞാൻ ഒരിക്കൽ കൂടെ പറയും. ഇനി മുന്നോട്ട് പ്രസംഗിച്ചില്ലേലും കുഴപ്പമില്ല. വിശ്വാസത്തിൽ ഞാൻ ഉഴപ്പത്തില്ല. എൻ്റെ കർത്താവ് ക്രൂശിൽ ഉഴപ്പിയത് കൊണ്ട്, എൻ്റെ കർത്താവ് ക്രൂശിൽ ഉഴപ്പാത്തത് കൊണ്ട് വേദപുസ്തകം വായനയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഉഴപ്പത്തില്ല. കരങ്ങളെ ഉയർത്തിയൊന്ന് വാക്ക് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ കർത്താവ് ക്രൂശിൽ ഉഴപ്പാത്തത് കൊണ്ട്, എൻ്റെ കർത്താവ് ക്രൂശിൽ ലേസി അവൻ ഉഴപ്പാത്തത് കൊണ്ട് ഞാൻ ലേസി ആയിരിക്കത്തില്ല. സകല വേദന അനുഭവിച്ച ശേഷം പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്ന. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം, യോഹന്നാൻ 19:28 നമ്മൾ വായിച്ചതാണ്. സ്തോത്രം, സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് ആ തിരുവെടുത്ത് നിവർത്തിയാകുമെന്ന് അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. സോ അത് കുടിച്ച് തീർത്ത ശേഷം യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, സകലതും നിവർത്തിയായി. ക്രൂശിൽ കൈകരങ്ങൾ വിരിച്ച് തകർന്നു കിടക്കുന്ന കർത്താവ് പറഞ്ഞു, സകലത നിവൃത്തിയായി. നിങ്ങൾ 100 കണക്കിന് പ്രാവശ്യം, ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. സെയിം, സകലത നിവൃത്തിയായി. ടെറ്റലസ്റ്റായി, പട്ടണത്തിന് പുറത്തു നിന്ന് ടെറ്റലസ്റ്റായി, സകലത നിവൃത്തിയായി എന്ന ശബ്ദം കേൾക്കുമ്പോൾ അതിന് എക്കോ ആയി ദേവാലയത്തിൻ്റെ കട്ടളക്കാൽ പിടിച്ചിട്ട് കയ്യഫാ വിളിച്ചു പറഞ്ഞു, അതായത് മഹാപുരോഹിതൻ പറഞ്ഞു, ഇന്നത്തെ യാഗങ്ങൾ സമാപിച്ചിരിക്കുന്നു. രണ്ടും നടന്നത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ്. കാരണം എല്ലാ ദിവസവും പാസ് ഓവർ, സ്തോത്രം, പെസഹായുടെ യാഗം കഴിഞ്ഞിട്ട് അവസാനത്തെ ആട്ടിൻകുട്ടിയെ, സ്തോത്രം, മഹാപുരോഹിതൻ തനിക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട് പെട്ടെന്ന് ഓടി വന്ന് 2 കരങ്ങളെ, അതാണ് അവരുടെ സിസ്റ്റം, 2 കരങ്ങളെ കട്ടളക്കാലിന്മേൽ, സ്തോത്രം, അതെ 2 കരങ്ങളെ വയ്ക്കും. അതിൻ്റെ അർത്ഥം ഇനി ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. കേട്ടോ രാമൻ പറഞ്ഞേ. സോ കരങ്ങളിങ്ങനെ വെച്ചിട്ട് പറയും, കരങ്ങളിങ്ങനെ വെച്ചിട്ട് പറയും, ഇന്നത്തെ യാഗങ്ങൾ സമാപിച്ചിരിക്കുന്നു. എക്സാക്ട്ലി സെയിം മാനർ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിസാൻ മാസം 14-ാം തീയതി തൻ്റെ കരങ്ങളെ ക്രൂശിന്മേൽ നിവർത്തിയ ശേഷം യേശു കർത്താവ് പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലത്തിൽ നിവർത്തിയായി. എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് വേറൊരു പ്രസംഗമാണ്. 7 കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രൂശിന്മേൽ നിവർത്തിയായത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ സ്തോത്രം. അതെ, തുടർന്ന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം നിങ്ങളുടെ ടോട്ടൽ അറ്റൻഷൻ എനിക്ക് ആവശ്യമാണ്. സ്തോത്രം, ആദ്യ ബല പെരുന്നാളിലെ ഉയർപ്പിൻ്റെ, സ്തോത്രം, അതെ ഉയർപ്പിൻ്റെ ആദ്യ ബലം, അതാണ് നമ്മുടെ വിഷയം. സ്തോത്രം, അതെ യാഗം കഴിഞ്ഞു എന്ന് കയ്യഫാവ് പറഞ്ഞിട്ട്, ആ വർഷം കയ്യഫാവ് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരക്കോടെ അവനിതാ പുറപ്പെടുകയാണ്. അവൻ്റെ പരിവാരങ്ങൾ പുറപ്പെടുകയാണ്. അതെ, കൂടെ നിൽക്കുന്ന ടെമ്പിൾ പോലീസ് സേവകർ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. പുരോഹിതന്മാരിൽ ചിലർ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. കയ്യഫാമിൻ്റെ മുഖത്ത് നോക്കുമ്പോഴും ഇവിടെ നിന്ന് ഇരിക്കുന്ന ചിലരെ പോലെ ഇന്നലെ രാത്രി ലേറ്റ് നൈറ്റ് മുഴുവൻ ചാറ്റ് ചെയ്യുമായിരുന്നു. സ്തോത്രം, എന്തോ ഞാൻ പറഞ്ഞേ, അന്ന് വാട്സപ്പില്ലായിരുന്നല്ലോ. സ്തോത്രം, അതെ കയ്യഫാവ് മറ്റേ പ്രോഗ്രാമിലായിരുന്നു. മറ്റവനെ ഒതുക്കണമല്ലോ. തൻ്റെ കസേരയ്ക്ക് ഭീഷണിയായി വരുന്ന മറ്റവനെ ഒതുക്കണമായിരുന്നല്ലോ. തൻ്റെ കസേരയ്ക്ക്, തൻ്റെ പൊസിഷന് ഭീഷണിയായി വരുന്ന മറ്റവനെ ഒതുക്കുന്നതാണല്ലോ വേറെ ചിലരുടെ ശുശ്രൂഷ. സോ ആ ശുശ്രൂഷയിലായിരുന്നു കയ്യഫാവ്. വേദോസ്തം വായിച്ചാലല്ലേ അതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രാത്രി മുഴുവൻ ആ ഒതുക്കൽ ശുശ്രൂഷ ആയിരുന്നത് കൊണ്ട്, സ്തോത്രം, കയ്യഫാവിൻ്റെ മുഖത്ത് ആ ഉറക്കക്ഷീണം വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി തീർത്ത ശേഷം വേണം പോയി നന്നായി
ഒന്ന് ഉറങ്ങാൻ. സ്തോത്രം. ഇന്നലെ ഒതുക്കലായിരുന്നു. ഇനി ഈ ജോലിയെല്ലാം ഒന്ന് ഒതുക്കി തീർത്ത ശേഷമാണ് ഇനി പോയിട്ടൊന്ന് ഉറങ്ങാൻ. അവനും അവൻ്റെ പരിവാരങ്ങളും വാ 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 നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് സ്തോത്രം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുണ്ട്. അത് സ്തോത്രം ഉത്സവ സീസണാണ്. ഇന്ന് പാസ് ഓവറാണ്, നാളെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്, മറ്റന്നാൾ ആദ്യ ഫലമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിന്യൂസ് ആയി ഒരു ചെയിൻ ബൈ ചെയിനായി നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുണ്ട്. കയ്യഫാവ് മഹാപുരോഹിതനും അവൻ്റെ പരിവാരങ്ങളുമായി ദേവാലയത്തിൽ നിന്ന് ടെമ്പിൾ മൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നൂറുകണക്കിന് ആൾക്കാർ കാണും. സ്തോത്രം. അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങി സ്തോത്രം കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങുന്നു. എൻ്റെ വലതുവശത്താണ് ദാവീദിൻ്റെ പട്ടണം. അതിനിപ്പുറത്തുള്ളതായ ആ സ്റ്റെപ്പിലൂടെ അവർ സ്തോത്രം കിദ്രോൻ താഴ്വരയിലേക്ക് താഴേക്ക് ഇറങ്ങിയാണ്. കിദ്രോൻ താഴ്വരയിൽ താഴേക്ക് ഇറങ്ങിയിട്ട് ഒലിവുമലയുടെ താഴ്വരയിൽ നന്നായി കൃഷി ചെയ്തിരിക്കുന്നതായ ഒരു സ്തോത്രം ബാർലി ഫീൽഡുണ്ട്. ബാർലി എന്തോ മലയാളത്തിൽ എന്തോ ബാർലി യവം. സ്തോത്രം. യവത്തിൻ്റെ ഒരു വയലുണ്ട്. സ്തോത്രം. യവം പറയാത്ത എല്ലാവർക്കും 10 പ്രാവശ്യം എംപോസിഷൻ ഇടുന്നു. അടുത്ത ആഴ്ച സ്തോത്രം വരുമ്പോഴേക്കും ഈ അമ്മച്ചി ഉൾപ്പെടെയുള്ളവർ 10 പ്രാവശ്യം ബാർലി യവം എന്ന് എഴുതി കൊണ്ടുവരേണ്ടതാണ്. സ്തോത്രം. അപ്പോൾ നോക്ക്, അതെ, ബാർലി ഫീൽഡ് കൃഷി ചെയ്തിരിക്കുകയാണ്. ആരാണ് കൃഷി ചെയ്തത്? അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, അത് ദേവാലയത്തിൻ്റെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. മീൻസ് ദേവാലയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ ദേവാലയത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ ബാർലി കൃഷി ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? 2 ഉത്സവങ്ങളുടെ ദിവസത്തിൽ അത് സ്തോത്രം ഭയങ്കര ശുശ്രൂഷ അവിടെ നടക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ശുശ്രൂഷ നടക്കേണ്ടതാണ്. ഒന്ന് സ്തോത്രം പാസ് ഓവർ ദിനത്തിന്, അതുപോലെ ഒന്ന് സ്തോത്രം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിന്, മറ്റൊന്ന് ആദ്യ ഫല പെരുന്നാളിന്. അവരിതാ സ്തോത്രം കിദ്രോൻ താഴ്വരയിലേക്ക് ആ പുരോഹിതനും തൻ്റെ പരിവാരങ്ങൾ ഇറങ്ങിച്ചെന്ന് ലേവ്യർ പുരോഹിതന്മാർ കൃഷി ചെയ്തിരിക്കുന്ന ആ ഫീൽഡിലേക്ക് അവർ ഇതാ നടന്ന് കയറുകയാണ്. അവിടെ ഇതാ സ്തോത്രം കൊയ്ത്താരംഭിച്ചിട്ടില്ല. ഏപ്രിൽ ആകുന്നതേ ഉള്ളൂ. സ്തോത്രം വസന്തകാലം വരുന്നതേ ഉള്ളൂ. അതെ, ആദ്യത്തെ കൊയ്ത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഒരിക്കൽ കൂടെ ആദ്യത്തെ കൊയ്ത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഹല്ലേലൂയ. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, കൊയ്ത്തിലേക്ക് സ്വാഗതം. പെട്ടെന്ന് പറഞ്ഞേ, കൊയ്ത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇസ്രായേലിൽ വേറെ മുന്തിരിയാകട്ടെ, ഒലിവാകട്ടെ, ഫ്ലവേഴ്സ് ആകട്ടെ, സ്തോത്രം അതേ ഫലങ്ങളാകട്ടെ, വേറെ ഒന്നിനെയും കൊയ്യാൻ പാടില്ല. ആദ്യത്തെ കൊയ്ത്ത് നടക്കേണ്ടത് ദേവാലയത്തിൻ്റെ കൊയ്ത്ത് തന്നെയായിരിക്കണം. വല്ലതും മനസ്സിലായോ? ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ആദ്യത്തെ കൊയ്ത്ത് ദേവാലയത്തിൽ തന്നെ നടക്കണം. അതിനുവേണ്ടിയാണ് പുരോഹിതൻ പുറപ്പെട്ടിരിക്കുന്നത്. അവൻ കിദ്രോൻ താഴ്വര കഴിഞ്ഞ് ആ വയലിലേക്ക് പ്രവേശിക്കുകയാണ്. ആ വയലിലേക്ക് പ്രവേശിച്ചിട്ട് ആ യവത്തിൻ്റെ അല്ലെങ്കിൽ ബാർലിയുടെ സ്തോത്രം അതെ 10 കറ്റകളെ കൊയ്തെടുക്കത്തില്ല. 10 കറ്റകൾക്ക് വേണ്ടി 10 ഹീപ്പ് അല്ലെങ്കിൽ 10 കൂമ്പാരത്തെ അവനത് കെട്ടി നിർത്തും. സ്തോത്രം കെട്ടി ഡെസിഗ്നേറ്റ് ചെയ്ത് നിർത്തും. അന്ന് അവൻ സ്തോത്രം അത് കൊയ്തെടുക്കത്തില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ സഹോദരി സഹോദരന്മാരെ, അവന് ദേവാലയത്തിൽ ഇറങ്ങി ആ താഴ്വരയിൽ ഇറങ്ങി ആ വയലിലേക്ക് കയറുമ്പോൾ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ജോസിഫസ് ഉൾപ്പെടെയുള്ളതായ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ആ വയലിൽ കയറി ആ കറ്റി അങ്ങ് കെട്ടുമ്പോൾ ഭയങ്കര ഒരു ഭൂമി കുലുക്കമുണ്ടായി. പോയി ഭയങ്കര ഭൂമി കുലുക്കമുണ്ടായി. കയ്യഫാമും പരിവാരങ്ങളും കയ്യഫാമും കൂട്ടരും ഞെട്ടിയിട്ട് അയ്യോ എന്തൊരു ഭൂമി കുലുക്കം. പെട്ടെന്ന് സ്തോത്രം ഭൂമി പിളർന്ന് പോകത്തക്കതായ നിലയിലുള്ള ഒരു സ്തോത്രം ഭൂമി കുലുക്കമാണ് ഉണ്ടായത്. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്തോത്രം പാറകൾ പിളർന്ന് പോകത്തക്ക വിധത്തിലുള്ളതായ സ്തോത്രം ഭൂമി കുലുക്കമാണ് ഉണ്ടായത്. കയ്യഫാമിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭൂമി കുലുക്കം താൻ അനുഭവിച്ചിട്ടേ ഇല്ല. താൻ ഞെട്ടി ഇങ്ങനെ തല ഉയർത്തി അവൻ്റെ പരിവാരങ്ങളും സ്തോത്രം എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു നോക്കി. അന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൽ പറഞ്ഞു കൊടുക്കാം. ഇന്നലെ കെട്ടിയിട്ടവനെ, അടിച്ച് പഞ്ചറാക്കിയവനെ, അവനിപ്പം മരിച്ചപ്പോൾ അവൻ്റെ ജീവൻ അവൻ നൽകിയപ്പോൾ
അവൻ കയറി എന്ന് വരുന്നതിനാൽ അവൻ ഇറങ്ങി എന്ന് വരുന്നില്ലയോ. അവൻ്റെ മരണത്തിൽ ഭൂമി കുലുക്കം ഇത് ഉണ്ടായതാണ്. അവനിതാ 10 കറ്റയാണ് സ്തോത്രം നീരാജനം ചെയ്യാനായി അവിടെ കെട്ടി നിർത്തേണ്ടത്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം. അങ്ങനെ 10 കറ്റകൾക്കുള്ളത് ഡെസിഗ്നേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് മാറ്റിവെച്ച് അതിനെ കെട്ടിയിട്ട് അയ്യോ ഭൂമി കുലുക്കമുണ്ടാകുന്നു, പെട്ടെന്ന് ദേവാലയത്തിൽ പോയി ഭക്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് കയ്യഫാവും അതായത് മഹാപുരോഹിതന്റെ പരിവാരങ്ങളും ദേവാലയത്തിലേക്ക് ഓടിക്കയറി. നല്ല ഉറക്കമുണ്ട്, ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ദേവാലയത്തിലേക്ക് ഓടിക്കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്നലത്തെ ഉറക്കം മാത്രമല്ല പോയത്, ഇന്നത്തെ ഉറക്കം ഇതാ പോയിരിക്കുന്നു. ഒരിക്കൽ കൂടെ, ഇന്നലത്തെ ഉറക്കം മാത്രമല്ല പോയത്, ഇന്നത്തെ ഉറക്കം പോയിരിക്കുന്നു. എന്താ ഇന്നത്തെ ഉറക്കം പോയത്? ദേവാലയത്തിൻ്റെ തിരശ്ശീല താഴെ നിന്ന് മേലോട്ടല്ല. ദേവാലയത്തിലെ തിരശ്ശീല താഴെ നിന്ന് മേലോട്ടല്ല കീറിയത്. അങ്ങനെയെങ്കിൽ ചുണ്ടലി കടിച്ച് കീറി, പഴക്കം വന്ന് കീറി എന്ന് പറയാം. എന്നാൽ ദൈവം ചെയ്യുന്നതെല്ലാം സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. ദേവാലയത്തിലെ തിരശ്ശീല മേലെ നിന്ന് താഴോട്ട് സ്തോത്രം അത് കീറപ്പെട്ടിരിക്കുന്നു. ദേവാലയത്തിലെ തിരശ്ശീല കീറപ്പെട്ടപ്പോഴാണ് സ്തോത്രം അകം പൊള്ളയായി കിടക്കുന്നത് മറ്റുള്ള എല്ലാവരും കണ്ടത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അകം പൊള്ളയായി കിടക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും കണ്ടത്. വളരെ വേദനയോടെ ഞാൻ പറയട്ടെ, പലതിൻ്റെ അകം പൊള്ളയാണ്. പലതിൻ്റെയും അകം പൊള്ളയാണ്. ഇടയ്ക്കിടയ്ക്ക് വാണിംഗ് വന്നതാണ്, നീ മാനസാന്തരപ്പെടണം, നീ വെള്ള തേച്ച് ശവക്കല്ലറിയെന്ന് ഇടയ്ക്കിടയ്ക്ക് ദൂത് വന്നതാണ്. മാനസാന്തരപ്പെട്ടില്ല. വചനം കേട്ട് നീ ഗുണപ്പെടണം, നീ നന്നാകണം എന്ന് പറഞ്ഞതാണ്. മാനസാന്തരപ്പെട്ടില്ല. ഫറവോന്റെ ഹൃദയം പിന്നെയും കഠിനപ്പെട്ടു എന്ന പോലെ വീണ്ടും കഠിനപ്പെട്ടു. വെള്ളപ്പൊക്കം വന്നു, കഠിനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു. എന്തോ കുന്തം വന്നാലും ഞങ്ങൾ മാനസാന്തരപ്പെടത്തില്ലെന്ന് പറഞ്ഞ് പിന്നെയും ഹൃദയം കഠിനപ്പെട്ടു. ചിരിക്കുന്നോ? കമാൻ ഹല്ലേലൂയ. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറി. എന്തൊക്കെ വന്നാലും സ്തോത്രം, എത്ര ദൂത് കേട്ടാലും ഇതുപോലെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരുണ്ടോ? ഇതുപോലെ പ്രാസംഗികരുള്ള സംസ്ഥാനമുണ്ടോ? ഇതുപോലെ ദൈവവചനം വായിക്കുന്ന ദൈവദാസന്മാരുണ്ടോ? പ്രസംഗത്തെ കുറ്റം പറഞ്ഞ് പ്രസംഗത്തിന് മാർഗിട്ട് പ്രസംഗത്തിന് ഞാനായിരുന്നെങ്കിൽ 2 കൂടെ പറയുമെന്ന് പറഞ്ഞ് സ്തോത്രം അതേ പരീക്ഷ വൃന്ദമായി തീർന്ന്, മതവൃന്ദമായി തീർന്ന് കുറ്റം പറഞ്ഞ് ജീവിക്കുന്നതായ ഒരു ജനം. ഇടയ്ക്കിടയ്ക്ക് ദൂത് വന്നതാണ്. പക്ഷേ ആ ദൂതിൻ്റെ മുൻപിൽ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് വാണിംഗ് ഞാൻ പറയട്ടെ, അവസാനം കീറി കാണിച്ചു കൊടുത്തു. ഈ പുറമേയുള്ള ജാട മാത്രമേ ഉള്ളൂ, അകം മുഴുവൻ പൊള്ളയാണ്. പുറമേയുള്ള ജാട മാത്രമേ ഉള്ളൂ. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, താഴെ ഇറങ്ങിയ വെറും പൊള്ളയാണ്. ആരോട് പറയാൻ? ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഉള്ള പരിപാടി മാത്രമേ ഉള്ളൂ. സ്തോത്രം, ഞാൻ എന്നോടാ പറയുന്നത്. കമോൺ, ബാക്കിയുള്ള മുഴുവൻ പൊള്ളയാണ്. അവസാനം കീറി കാണിച്ചു കൊടുത്തു. നോക്ക്, അകത്ത് പെട്ടകമില്ല. യേശു കർത്താവിൻ്റെ കാലത്ത് അകത്ത് പെട്ടകമില്ല. ഇരമ്യാവിൻ്റെ കാലത്ത് പോയതാ. ഇരമ്യാവിൻ്റെ കാലത്ത് പെട്ടകം പോയതാ. ഇപ്പൊ കീറി കാണിച്ചു കൊടുത്തു, പെട്ടകം ഇല്ല. 2ാമത്തെ ദിവസം ഉറക്കം പോയി. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. സ്തോത്രം, കയ്യപ്പാവും അന്നാവും കൂട്ടരും എല്ലാം കൂടെ പറഞ്ഞു കാണും, സൂചി നൂലി എവിടെ കിട്ടുകൂടോ, സൂചി നൂലി എവിടെ കിട്ടുകൂടോ. എന്തിനാ? കാരണം കുത്തി തയ്ക്കണം. വയറ്റുപിഴപ്പിൻ്റെ പ്രശ്നമാണോ? കാരണം നാട്ടുകാർ വന്നാൽ സ്തോത്രം, ഇന്നും പെസഹായതുകൊണ്ട് ഏകദേശം രക്ഷപ്പെട്ടു. കാരണം ആൾക്കാരും ഇപ്പോൾ ഇല്ല. 300 പുരോഹിതന്മാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും അറിഞ്ഞില്ല. 300 പുരോഹിതന്മാർ നമ്മുടെ ആൾക്കാർ മാത്രമേ അറിഞ്ഞുള്ളൂ. വേറെ ആരും അറിഞ്ഞില്ല. ഇതിനകത്തിരിക്കുന്ന ചിലർ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ തമ്പുരാനെ ലോകം മുഴുവൻ അറിയായിരുന്നു. കമാൺ. ഇപ്പോൾ എന്താ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് പോലെ തുറച്ചു നോക്കുന്ന ഉള്ള കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലതറിഞ്ഞിരുന്നെങ്കിലേ ലോകം മുഴുവൻ അറിഞ്ഞേനെ. പക്ഷെ കയ്യഫാവ് പറഞ്ഞു, നമ്മൾ ആൾക്കാർ 300 പേര് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഇതിന് ഒന്ന് കുത്തിത്തയ്ക്കാൻ. കാരണം ഇത് തച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ് വീണ്ടും മുന്നോട്ട് പോകത്തുള്ളൂ. സോ അന്ന് വെള്ളിയാഴ്ച ആ സ്തോത്രം രാത്രി മുഴുവൻ താഴേന്ന് മേലോട്ട് കുത്തിത്തയ്ക്കുന്ന പരിപാടിയായിരുന്നു. ഇന്നലെ മറ്റവനെ പീഡിപ്പിച്ചില്ലേ, ഇന്ന് തച്ചോ. നിന്റെ ഉറക്കം ഇതോടെ തീർന്നിരിക്കുകയാണ്. ഇനി 37 വർഷം മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ കേട്ടോ.
37 AD 70 ഇത് പൊളിയപ്പെട്ടു, തകർക്കപ്പെട്ടു. നീയും നിന്റെ പരിവാരങ്ങൾ മുഴുവൻ ചെതറപ്പെട്ടു. 3 ലക്ഷം യഹൂദന്മാരാണ് കൊല്ലപ്പെട്ടത്. അത് വേറൊരു പ്രസംഗം, എനിക്കത് പറയാൻ നേരമില്ല. സ്തോത്രം. നോക്കണമേ, അതെ, അങ്ങനെ ദേവാലയത്തിൽ വന്ന് നോക്കുമ്പോഴേക്കും സ്തോത്രം, ഇത് ദേവാലയത്തിൻ്റെ തിരശ്ശീല ചീന്തപ്പെട്ട് കിടക്കുകയാണ്. അതിനെ കുത്തിത്തച്ചു. എന്തൊരു ഭൂമിയുലുക്കുമായിരുന്നു. പാറകളെല്ലാം കുലുങ്ങി. ദേവാലയത്തിൻ്റെ എന്തുവാ ആ കർട്ടൻ വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർപിരിക്കുന്ന തിരശ്ശീല കുത്തിത്തച്ച് അന്ന് സ്തോത്രം, അതെ, പിറ്റേ ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ഇവിടെ കുറച്ച് പേർ അനങ്ങാതെ ഇരിക്കുന്ന പോലെ അന്ന് സ്വസ്ഥമായിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അതിങ്ങനെ അനങ്ങാതെ തന്നെ അങ്ങ് പോയി. പക്ഷേ 3-ാമത്തെ ദിവസമുണ്ട് പാസ്ഓവർ, പെസക, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 3-ാമത്തെ ദിവസം എന്താ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. പറ, നാളെ ആരാ പ്രസംഗിക്കുന്നത്, അടുത്ത ആഴ്ച ആരാ പ്രസംഗിക്കുന്നത്, ഇവരോട് ചോദിച്ചാൽ മതി. 3-ാമത്തെ ഉത്സവത്തിൻ്റെ പെരുന്നാൾ പറഞ്ഞാട്ടെ, ആദ്യപല പെരുന്നാളിൻ്റെ അന്ന് നേരത്തെ ഉറക്കണിക്കണം. റിയലി നേരത്തെ ഉറക്കണിക്കണം. അങ്ങനെയാണ് സ്തോത്രം ചടങ്ങ്. അങ്ങനെയാണ് മോശയിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിരാവിലെ ഉറക്കണിക്കണം. 10 മണിക്കല്ല അതിരാവിലെ തിരുസന്നിധി ചേരേണ്ടത്. അതിരാവിലെ, റിയലി സ്തോത്രം, അതിരാവിലെ സൂര്യൻ്റെ പ്രകാശം വരുന്നതിന് മുമ്പ് നേരത്തെ പോയി 10 കറ്റ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് വന്നില്ലേ? നേരത്തെ 10 കറ്റ കെട്ടിവെച്ചിട്ട് വന്നില്ലേ? ഓ കമാൺ, നിങ്ങൾ മിണ്ടുന്നില്ല. നേരത്തെ 10 കറ്റയെ കെട്ടിവച്ചിട്ട് വന്നില്ലേ? ആ കറ്റയെ മുറിച്ചെടുക്കേണ്ടത് സൂര്യപ്രകാശം വരുന്നതിന് മുൻപേ മുറിച്ച് അതിനെ സ്തോത്രം ദേവാലയത്തിൽ ദൈവത്തിന് നിവേദിക്കാൻ വേണ്ടി എത്തിക്കണം. അതിൻ്റെ പേരാണ് ആദ്യപല പെരുന്നാൾ. ശുശ്രൂഷ എന്ന് പറയുന്നത് 10 മണി വരെ കിടന്നുറങ്ങുന്നതല്ല. അതിന് വില കൊടുക്കണം. കേട്ടോ റാമേം പറ. എന്തോരു രസം കഥ കേൾക്കാൻ, എന്തോരു രസം. നോക്ക്, ഉറങ്ങുന്ന അണ്ണന്മാരെല്ലാം കണ്ണ് തുറന്നിരിക്കുക. പറ ഹല്ലേലൂയ ഒക്കെ പറഞ്ഞു തരാം. സ്തോത്രം. പെട്ടെന്ന് നിർത്തി കർത്താവേ, പകുതിയായി. ഓക്കെ, സ്തോത്രം. അന്ന് 3-ാമത്തെ ദിവസം പാസ്ഓവർ ദിനത്തിന് തലേന്ന് രാത്രി ഉറങ്ങിയില്ല. പിറ്റെന്നും സ്തോത്രം ദേവാലയത്തിൻ്റെ തിരശ്ശീല കുത്തിത്തയ്ക്കുന്ന തിരക്കിലായിരുന്നു. അന്ന് പകലൊക്കെ കിടന്ന് കയ്യഫാവും കൂട്ടരും പരിവാരങ്ങളും ഭയങ്കരമായിട്ട് ആ സ്തോത്രം ദിവസം ഉറങ്ങിയില്ലോ എനിക്കറിയത്തില്ല. പക്ഷേ 3-ാമത്തെ ദിവസം അതിരാവിലെ ഉറക്കമണിക്കണം. അതിരാവിലെ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്ക് മുമ്പെങ്കിലും പുള്ളി ഉറക്കമണിക്കണം. രാവിലെ 3 മണിക്ക് മുമ്പ്. രാവിലെ 3 മണിക്ക് ഉറക്കമണിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും രാവിലെ 3 മണിക്കൂർ ഉറക്കമണിക്കണം. 3 മണിക്ക് ഉറക്കമണിയിട്ടപ്പോൾ 3 സ്ഥലത്ത് ഞാൻ വെളിച്ചം കണ്ടു. 3 സ്ഥലത്ത് വെളിച്ചം കണ്ടു. ഒന്ന്, പീലാത്തോസിൻ്റെ ബെഡ്റൂമിൽ വെളിച്ചം കണ്ടു. 2, കയ്യഫാവിൻ്റെ വീട്ടിൽ വെളിച്ചം കണ്ടു. 3-ാമത് ചില സഹോദരിമാർ പാർക്കുന്നതായ ആ മറിയയുടെ വീട്ടിൽ വെളിച്ചം കണ്ടു. മർക്കോസിൻ്റെ മാളിക മുറി, ആ വീട്ടിൽ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര കരച്ചിലാണ്, അവിടെ ഭയങ്കര നിലവിളിയാണ്. ആ വീട്ടിലും വെളിച്ചം കണ്ടു. എന്തിനാ പീലാത്തോസിൻ്റെ വീട്ടിൽ സ്തോത്രം വെളിച്ചം കണ്ട്? പീലാത്തോസിൻ്റെ വീട്ടിൽ എന്തിനാ വെളിച്ചം കണ്ട് എന്ന് വിചാരിച്ച് അവിടെ ചൊല്ലുമ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുക. വെള്ളം വീഴുന്ന ശബ്ദം. കാരണം യവൻ കൈ കഴുകിയിരിക്കുക. യവൻ കൈ കഴുകിയിരിക്കുക. യവൻ പകൽ നോക്കുമ്പോൾ, രാത്രി നോക്കുമ്പോൾ യവൻ്റെ കയ്യിൽ മുഴുവൻ രക്തമാണ് കാണുന്നത്. യെസ്, നിങ്ങൾക്ക് മനസ്സിലായില്ല. യവൻ പകൽ നോക്കുമ്പോൾ, രാത്രി നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ മുഴുവൻ രക്തമാണ്. യവൻ എത്ര കഴുകിയിട്ടും ഈ രക്തം പോകുന്നില്ല. ബൈബിളിലില്ല, ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. വർഷങ്ങൾ യവൻ കഴുകി അവസാനം ആത്മഹത്യ ചെയ്തെന്ന്. ഞാൻ ഒരു ദൂത് പറയാം, വല്ലവൻ്റെ രക്തം നിൻ്റെ മേൽ കയറല്ല. പീലാത്തോസേ സ്തോത്രം, ഈ വെള്ളത്തിൽ കഴുകിയാൽ ഇത് പോകത്തില്ല കേട്ടോ. എത്ര വലിയ മതത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വെള്ളം കഴുകിയാൽ ഇത് പോകത്തില്ല. പക്ഷെ വേറൊരു ഫൗണ്ടൻ എനിക്കറിയാം. ഓ കമോൺ, വേറൊരു ഫൗണ്ടൻ എനിക്കറിയാം. എൻ്റെ പാപം കഴുകാൻ യേശുവിൻ്റെ രക്തം മാത്രം, എന്നെ പൂർണ്ണനാക്കാൻ യേശുവിൻ്റെ രക്തം മാത്രം. മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. പീലാത്തോസിന് ഉറക്കമില്ലാതെ അവൻ കൈ കഴുകിയിരിക്കുക. സ്തോത്രം. ഇനി ആ സ്ത്രീകളുടെ, ആ സഹോദരിമാർ പാർക്കുന്നതായ മർക്കോസിൻ്റെ മാളിക മുറിയിൽ മറിയയുടെ വീട്. അവളുടെ വീടിൻ്റെ പേരാണ് മറിയയുടെ വീട്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ വീട്? മറിയയുടെ വീട്. ശബ്ദം ഉയർത്തി പറഞ്ഞേ.
യേശുവിൻ്റെ അമ്മ മറിയല്ല, ഇത് സ്തോത്രം പല മറിയമാരുണ്ട്. ഇത് മർക്കോസിൻ്റെ യോഹന്നാൻ എന്ന മറുപേരുള്ള മർക്കോസിൻ്റെ അമ്മയുടെ പേര് മറിയയുടെ വീട്. യെരുശലേമിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തോട് ചേർന്നിരിക്കുന്ന വീട്. യെരുശലേമിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്റർ അവരുടെ പേരിലാണ്. കമാ, യെരുശലേമിൻ്റെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്റർ, ഏറ്റവും വലിയ ഓഡിറ്റോറിയം അവരുടെ പേരിലാണ്. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞു. സോ ആ വീട്ടിൽ സഹോദരന്മാർ എഴുന്നേറ്റിരിക്കുകയാണ്. അതിരാവിലെ ഉറക്കം എഴുന്നേറ്റിരിക്കുക. മന്ദലക്കാരത്തി, നീ എങ്ങോട്ട് പോവാ? ശിശുനെ എങ്ങോട്ട് പോവാ? അതെ, ഞങ്ങൾ അവൻ്റെ ശരീരത്തെ, അവൻ്റെ ബോഡിയെ കെയർ ചെയ്യാൻ വേണ്ടി പോവാ. അവൻ്റെ ബോഡിയെ കെയർ ചെയ്യുന്നവർ രാവിലെ എണീക്കുമെന്ന. അവൻ്റെ ബോഡിയെ കെയർ ചെയ്യുന്നവർ രാവിലെ എഴുന്നേൽക്കുമെന്ന ദൂത് കേട്ടു എങ്കിൽ നീ അവൻ്റെ കാര്യം നോക്കുമ്പോൾ അവൻ നിന്റെ കാര്യം നോക്കും. അവൻ്റെ ബോഡിയെ നീ കെയർ ചെയ്യുമ്പോൾ ദൈവം നിന്നെയും നിനക്കുള്ളതിനെയും ദൈവം കെയർ ചെയ്യും. അതിരാവിലെ സുഗന്ധവർഗവുമായി അവർ പുറപ്പെടുകയാണ്. അപ്പോൾ മൂന്നാമത്തെ കയ്യഫാവിൻ്റെ വീട്ടിലേക്ക് പോവാം. 2 ദിവസത്തെ ഉറക്കം നന്നായിട്ട് പുള്ളിയെ ബാധിച്ചിട്ടുണ്ട്. സ്തോത്രം. അത് കയ്യഫാവ് പറയും, ഇമ്പോർട്ടൻ്റ് മിനിസ്ട്രിയാണ്. മെനിഞ്ഞൊന്ന് കെട്ടിവെച്ച കറ്റകളെ എനിക്ക് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്തോത്രം ആദ്യ പല പെരുന്നാളിൻ്റെ സ്തോത്രം അതേ 4 യാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, വെളിച്ചം വരുന്നതിന് മുമ്പ് ഈ 10 കറ്റി എവിടെ കയറ്റണം? ദേവാലയത്തിൽ കയറ്റണം. അതുകൊണ്ട് അവനും നേരത്തെ ഉണ്ടായിരുന്ന പരിവാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂട്ടർ അവരെല്ലാവരും കൂടെ സ്തോത്രം ദേവാലയത്തിൻ്റെ അരികിലേക്ക് ഇങ്ങനെ അസംബിൾ ചെയ്യുമ്പോൾ 2 തീവട്ടികൾ അല്ലെങ്കിൽ 2 സ്ഥലത്ത് വെളിച്ചം യെരുശലേമിൽ ചലിക്കുന്നുണ്ട്. സ്തോത്രം. അതെ, ആദ്യം ചലിച്ചത് കയ്യഫാവിൻ്റെ നേതൃത്വത്തിൽ സ്തോത്രം ദേവാലയത്തിന് മുന്നിൽ നിന്ന് നേരത്തെ നമ്മൾ കണ്ട സ്റ്റെപ്പ് ഇറങ്ങി കിദ്രോൻ താഴ്വരയിലേക്ക്, ദാവീദ് പട്ടണത്തിൻ്റെ അതുവഴി അവർ താഴേക്കിറങ്ങി കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന നിർത്തോട്ട് പറ, ചേർന്ന് കിടക്ക്. പെട്ടെന്ന് പറഞ്ഞേ, ചേർന്ന് കിടക്ക്. കണ്ണടച്ച് ഇരുട്ടാക്കാതെ ചേർന്ന് കിടക്ക്. കമാൺ. ആർക്കാ മനസ്സിലാകാതെ? കണ്ണടച്ച് ഇരുട്ടാക്കാതെ ചേർന്ന് കിടന്നാട്ടെ. സ്തോത്രം. കയ്യഫാവ് മുന്നിൽ പോകുന്നുണ്ട്, പിന്നിൽ അവരെ കൂടെ നമ്മളും ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെ കിദ്രോൻ താഴ്വരയിലൂടെ അവരിങ്ങനെ ഇറങ്ങി. സ്തോത്രം. ലേവ്യ പുരോഹിതന്മാർ നന്നായി കൃഷി ചെയ്യുന്നതായ ആ കൊയ്ത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വയലുണ്ടെന്ന് പറഞ്ഞില്ലേ? ആദ്യത്തെ കൊയ്ത്ത് ATM അല്ല നടക്കേണ്ടത്. ആദ്യത്തെ കൊയ്ത്ത് മാർജിൻ ഫ്രീയിലല്ല നടക്കേണ്ടത്. ആദ്യത്തെ കൊയ്ത്ത് ലുലു മാളിലല്ല നടക്കേണ്ടത്. ആദ്യത്തെ കൊയ്ത്ത് ദേവാലയത്തിലാണ് നടക്കേണ്ടത്. രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറ. മറന്നു അല്ലേ? ആദ്യത്തെ കൊയ്ത്ത് ദേവാലയത്തിൻ്റെ നടക്കേണ്ടത്. ചിലരെല്ലാം നാണിച്ച് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളെ പിന്നെ കണ്ടോളാം. ഓക്കെ, അപ്പോൾ നോക്ക്. സ്തോത്രം. അങ്ങനെ ആദ്യത്തെ കൊയ്ത്ത് ദേവാലയത്തിൽ നടക്കുന്ന വയലേലയിലേക്ക് മഹാപുരോഹിതനാകുന്ന കയ്യഫാവും തൻ്റെ പരിവാരങ്ങളും അവരിതാ സ്തോത്രം അവിടേക്ക് പ്രവേശിച്ച് നിശ്ചയമായി പ്രാർത്ഥിച്ചു കാണും. അവർ പാടിക്കാണും. ദെയർ ഇസ് നോ ഡൗട്ട്. അവിടെ നിന്ന് സ്തോത്രം തൻ്റെ കയ്യിലൊരു വാക്കത്തിയുണ്ട്. കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു വാക്കത്തിയുണ്ട്. ആ വാക്കത്തി കൊണ്ട് ആദ്യ ഫലമായി ആ 10 കറ്റയുടെ ചുവടിൽ വെട്ടുമ്പോൾ ആ കല്ലറയിലിരുന്ന ആ ശരീരത്തിലേക്ക് ജീവൻ മടങ്ങി വന്നു. കാരണം ഇത് പൈഥാഗോറസിനേക്കാൾ വലിയ കണക്ക് പുസ്തകമാണ്. നിങ്ങൾ കേട്ടില്ല? ഇത് പൈഥാഗോറസിനേക്കാൾ വലിയ കണക്ക് പുസ്തകമാണ്. ഇത് തോന്നിയ നേരത്തല്ല എന്തെങ്കിലും നടക്കേണ്ടത്. അതിന് എൻ്റെ തമ്പുരാൻ വച്ചിട്ടുള്ളൊരു ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ്.
2000 വർഷങ്ങൾക്ക് മുമ്പ് നിസാൻ മാസം 14-ാം തീയതി മരിച്ചു. 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി രാവിലെ ആൾമോസ്റ്റ് ഒരു 4:30 മണി ഏകദേശമാകുമ്പോഴേക്കും ആ കറ്റ ഇങ്ങനെ വെട്ടുന്ന സമയത്ത് ഏകദേശം ആ സമയം ഏകദേശമായി ആ കറ്റ ഇങ്ങനെ മുറിക്കുമ്പോഴേക്കും ആ കല്ലറയിൽ നിന്ന് ആ ബോഡി എഴുന്നേൽക്കുക. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, അവൻ എഴുന്നേറ്റെങ്കിൽ അവന് തുറന്നു വിടാനായിട്ട്, പുറത്തേക്ക് ഇറക്കാനായിട്ട് കുറച്ച് ശിഷ്യന്മാരൊക്കെ പോണ്ടേ, അല്ലെങ്കിൽ ദൂതന്മാർ ഇറങ്ങണ്ടേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവന് വെളിയിലിറങ്ങാൻ ആരുടെയും സഹായം വേണ്ട. അവന് കല്ലറയിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെയും സഹായം വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചലിക്കാൻ ആരുടെയും സഹായം വേണ്ട. ഒരു പ്രവാചകൻ പ്രവചിച്ചില്ലെങ്കിലും, ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഒരു പാസ്റ്റർ വന്ന് നിന്റെ തലയെ കൈവച്ചില്ലെങ്കിലും, ചെയ്യേണ്ട നേരത്തെ ചെയ്യേണ്ടതുപോലെ അവൻ ചെയ്തിരിക്കും. Come on. ഇന്നത്തോടെ പരാതികൾ മുഴുവൻ ഞങ്ങൾ താഴ്ത്തി വയ്ക്കുകയാണ്. ഇന്ന് മുതൽ പരാതി പെട്ടി എന്ന് പറയുന്ന പെട്ടി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിവാസ കേന്ദ്രത്തിൽ നിന്ന് എടുത്ത് പുറത്ത് കളയുകയാണ്. ഞങ്ങൾക്ക് പരാതി പെട്ടിയില്ല. കാരണം ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും, ആര് കൈവച്ചില്ലെങ്കിലും, ആര് ഹൗസ് വിസിറ്റ് ചെയ്തില്ലെങ്കിലും, എൻ്റെ ദൈവം ഹീസ് എ ഗോഡ് ഓഫ് ടൈമിംഗ്. അവൻ ചെയ്യേണ്ട നേരത്ത് ചെയ്യേണ്ടതുപോലെ അവൻ ചെയ്തിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് അവൻ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. കല്ലറ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ, എൻ്റെ ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, മത്തായി സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 8 വരെ വീട്ടിൽ പോയി വായിച്ചു നമുക്ക്. സ്തോത്രം. അതേ ദൂതൻ ഇറങ്ങിയപ്പോൾ ആ കാവൽക്കാർ പോലെയായി വന്നു എന്ന പാരമ്പര്യത്തിൽ പണ്ട് പാടിയത് പകുതി ഓർമ്മയുണ്ട്, പകുതി മറന്നുപോയി. ആ ദൂതനെ കണ്ടിട്ടാണ് കാവൽക്കാർ, സ്തോത്രം, അതേ ഭ്രമിച്ചത്. ദൂതനെ കണ്ടിട്ടാണ് കാവൽക്കാർ വിറച്ചത്. അതൊരു സ്പെഷ്യൽ ദൂതനായിരുന്നു കേട്ടോ. അതൊരു സ്പെഷ്യൽ ദൂതനായിരുന്നു. കാരണം ഇതൊരു സ്പെഷ്യൽ ഈവൻ്റാണ്. ഇതൊരു സ്പെഷ്യൽ ഈവൻ്റ്. കാരണം ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. ഇന്ന് പകൽ എൻ്റെ പ്രസംഗം വ്യർത്ഥം. മാനവ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ് യേശുവിൻ്റെ കന്യകാ ജനനവും യേശുവിൻ്റെ ഉയർപ്പും. അതുപോലെ ജനിച്ചാരുമില്ല, അതുപോലെ ഉയർത്തതുമാരുമില്ല. അതുപോലെ ജനിച്ചാരുമില്ല, അതുപോലെ ഉയർത്താനുമില്ല. വായ് ദൂത് ഇതാണ്, നിന്നെപ്പോലെ ജീവിക്കുന്ന ആരും ആകാതിരിക്കാം, നിന്റെ ലൈഫ് ഔട്ട്സ്റ്റാൻഡിങ് ആകാൻ. യേശു കർത്താവ്, സ്തോത്രം, കല്ലറ അടച്ചിരിക്കുമ്പോൾ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി. റിയലി യെസ്, അങ്ങനെയാണ്. അവൻ്റെ ബോഡി സിസ്റ്റം അങ്ങനെയാണ്. അവൻ്റെ ബോഡി സിസ്റ്റം ഇത് അങ്ങനെയാണ്. ഐൻസ്റ്റീൻ സ്പേസ് ടൈം ഡയമെൻഷൻ ബോഡി അനുസരിച്ച് തിയറി ഓഫ് റിലേറ്റിവിറ്റി നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ല. സ്തോത്രം, സാരമല്ല, ഫിസിക്സ് പഠിക്കാത്തത് എൻ്റെ കുറ്റമല്ല. അപ്പോൾ നോക്ക്, ഐൻസ്റ്റീൻ സ്പേസ് ടൈം ഡയമെൻഷൻ തിയറി ഓഫ് ആ ബോഡി അനുസരിച്ച്, സ്തോത്രം, അതെ, യേശു കർത്താവിന് അവൻ പറഞ്ഞു, സ്തോത്രം, എൻ്റെ ശരീരത്തെ തൊട്ട് നോക്ക്, ഭൂതത്തിന് ഇതുപോലെ അസ്ഥിമാംസമില്ലല്ലോ. ഹൊറർ മൂവി കാണുന്ന ആരും എന്നെ തുറച്ചു നോക്കുന്നു. ഹൊറർ മൂവിയിൽ നീ കാണുന്നതായ ആ ഭൂതത്തെ നീ തൊട്ടാൽ നിന്റെ കൈ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ, ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. പക്ഷേ യേശു കർത്താവിൻ്റെ ബോഡി അങ്ങനെയല്ല. തൊട്ട് നോക്ക്, തൊട്ടാൽ അറിയാം. പക്ഷെ അതേ സമയത്ത് തിന്നെയറിൽ, സ്തോത്രം, അതേ സാധാരണ അന്തരീക്ഷത്തിൽ അവന് വേണമെങ്കിൽ അപ്പിയർ ആകാൻ പറ്റും, അവന് ഡിസപ്പിയർ ആകാനും പറ്റും. അതാണ് സ്വർഗീയ ശരീരം. സ്തോത്രം. കം ഓൺ ഇൻ ജീസസ് നെയിം. ഈ ദിവസങ്ങളിലൊന്ന് കാഹളം ധരിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ആ ശരീരം എക്സാക്ട്ലി ഇതേപോലെയുള്ള ശരീരമാണ്. വിയർക്കാത്ത ശരീരം, ക്ഷീണിക്കാത്ത ശരീരം, രോഗമില്ലാത്ത ശരീരം, സ്വർഗീയ ശരീരം. രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ.
സോ ആരും യേശു കർത്താവിനെ തുറന്ന് പുറത്തേക്ക് വിടണ്ട. ആരും യേശു കർത്താവിനെ വാതിൽ തുറന്ന് അകത്തേക്ക് സ്വീകരിക്കണ്ട. ഒരിക്കൽ കൂടെ, ആരും തുറന്ന യേശുവിനെ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വിടണ്ട. കേഫ, പത്രോസേ, യോഹന്നാനെ ഒന്ന് തുറക്കൂ എന്ന് സ്തോത്രം തട്ടി നിന്നില്ല. ആരും തുറന്ന് വിട്ടിട്ടല്ല കല്ലറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാവരും പേടിച്ച് അടച്ചു കൂടിയിരിക്കുമ്പോൾ ചുവരിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം. ആ സഹോദരൻ ഇത്രയും ഞെട്ടിയെങ്കിൽ ആ 12 പേർ എത്ര ഭയങ്കരമായിട്ട് ഞെട്ടിക്കാണ്. Come on, in the name of Jesus. ആരെ യേശു അപ്പച്ചനെ തുറന്ന് വിടണ്ട, ആരും തുറന്ന് അകത്ത് കയറ്റണ്ട. ഇൻ ജീസസ് നെയിം. നിനക്ക് കടക്കാൻ കഴിയാത്തടുത്ത് ഈ ഏപ്രിലിൻ്റെ അവസാന ദിവസങ്ങളിൽ അവൻ കടന്നു ചെല്ലുന്നു. ഒരു മനുഷ്യനെ പ്രവർത്തിപ്പാൻ കഴിയാത്തയിടത്ത് അവൻ്റെ കരം നിനക്കായി ചലിക്കുന്നു. അസാധ്യമെന്ന് വിധിയേറിയടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്കായി വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്ന ഒരു ശബ്ദം ഉയർത്തി കരങ്ങൾ അടിച്ച് 2 മിനിറ്റ് ആരാധിച്ച് ഹല്ലേലൂയ. ആ കറ്റ മുറിച്ചപ്പോഴേക്കും കയ്യപ്പാവിലേക്ക് പോകാം. കയ്യപ്പാവിലേക്കും പരിവാര ആ കറ്റ മുറിച്ചപ്പോഴേക്കും അത് അവൻ ജീവൻ പ്രാപിച്ചു. അപ്പോഴേക്കും സ്തോത്രം വീണ്ടും ഒരിക്കൽ കൂടെ അല്പം കഴിഞ്ഞപ്പോൾ അവർ ആ കറ്റ മുറിച്ച് 10 കറ്റയും കൊണ്ട് ആ കിദ്രോൻ താഴ്വര വഴി ഇങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോഴേക്കും വീണ്ടും ഒരിക്കൽ കൂടെ ഭൂമി കുലുങ്ങി. കറ്റ മുറിച്ചപ്പോഴല്ല ഭൂമി കുലുങ്ങിയത്. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ആയിട്ടോന്നോ ആ കിദ്രോൻ താഴ്വര വീണ്ടും ഒരിക്കൽ കൂടെ ഭൂമി കുലുങ്ങി. അയ്യോ, ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. മെനിഞ്ഞാന്ന് നമ്മൾ ഇതുവഴി വന്നപ്പോൾ ഒന്ന് കുലുങ്ങി, ഇപ്പോഴും കുലുങ്ങി. മെനിഞ്ഞാന്ന് അവൻ മരിച്ചപ്പോൾ കുലുങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയൊരു കുലുക്കമായിരുന്നു. ഇപ്പോൾ ആ ദൂതൻ ഇറങ്ങിയത് കൊണ്ട് ഉള്ളൊരു കുലുക്കമായിരുന്നു. പുസ്തകം വായിച്ചാലല്ലേ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഒരു കുലുക്കമില്ല. നീ പറഞ്ഞോ, ഞങ്ങൾക്ക് ഒരു കുലുക്കമില്ലെന്ന് പറഞ്ഞിരിക്കാതെ നല്ലൊരു ഹാലോരിയ പറഞ്ഞാൽ യെസ്. സ്തോത്രം. മെനിഞ്ഞാന്ന് നല്ലൊരു ഭൂമി കുലുങ്ങി, ഇപ്പോൾ ചെറിയൊരു കുലുക്കമാവും. ഇപ്പോൾ ഒറ്റ ദൂതൻ ഇറങ്ങിയതിൻ്റെ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി. ഇപ്പോൾ ദൂതൻ ഇറങ്ങി അപ്പോഴേക്കും ആ നേരത്തെ കയ്യഫാവ് അവിടെ നിന്ന് ഇറങ്ങി ആ കറ്റയെ മുറിച്ചെടുക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ട ആ മാളിക മുറിയിലുണ്ടായിരുന്ന സഹോദരിമാരുണ്ടല്ലോ, അവർ യാത്ര പുറപ്പെട്ട് ആ കല്ലറയുടെ ഏകദേശം അവിടെ എത്തിയപ്പോഴേക്കും ദൂതൻ ഇറങ്ങി വന്ന് കല്ലിനെ ഉരുട്ടി മാറ്റി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ദൂതൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. സഹോദരന്മാർ വന്നപ്പോൾ സ്തോത്രം, കർത്താവ് ഓൾറെഡി പോയി, ദൂതൻ ഇറങ്ങി കല്ലറങ്ങ് തുറന്നു. നിങ്ങൾ ചോദിക്കും, സ്തോത്രം, അതെ, ദൂതൻ ഇറങ്ങി കല്ലറ തുറന്നേ എന്താ? ശിഷ്യഗണങ്ങൾ വിശ്വസിക്കേണ്ടത് വേണ്ടിയാണ് കല്ലറ തുറന്നേ. അല്ല, കർത്താവിന് വേണ്ടിയല്ല കല്ലറ തുറന്നത്, ശിഷ്യന്മാർക്ക് സഭയ്ക്ക് വേണ്ടിയാണ് കല്ലറ തുറന്നേ. നാട്ടുകാരൊന്ന് കാണട്ടെന്നേ, ബന്ധുക്കളൊന്ന് കാണട്ടെന്നേ. മനുഷ്യൻ അടച്ചു വച്ച സകല മണ്ഡലങ്ങൾ എൻ്റെ ദൈവം ഫ്രീ വാക്കായി നിനക്കായി തുറന്നിടുന്നത് നാട്ടുകാരൊന്ന് കാണട്ടെ. Look what the Lord has done. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് വന്ന് കാണുവിൻ. ഒരിക്കൽ കൂടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് വന്ന് കാണുവിൻ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് വന്ന് കാണുവിൻ. ഹല്ലേലൂയ. സഹോദരന്മാർ, അത് കാണുമ്പോഴേക്കും തന്നെ ദേവാലയത്തിലേക്ക് വേണ്ടി പോകാം. ആദ്യ ഫല പെരുന്നാൾ, സ്തോത്രം, ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് റിസറക്ഷൻ, ഉയർപ്പിൻ്റെ ആദ്യ ഫലം. 10 കറ്റകളെയും ചുമന്ന് കയ്യഫാവിൻ്റെ ജോലിക്കാർ, പരിവാരങ്ങൾ അവർ ദേവാലയത്തിലേക്ക് വന്നു. സ്തോത്രം. രാവിലെ 9 മണിക്കാണ് നാട്ടുകാർക്ക് യാഗങ്ങൾക്ക് വേണ്ടിയുള്ള ആരാധന ആരംഭിക്കുന്നെങ്കിലും അതിനു മുൻപ് നാട്ടുകാർ വരുന്നതിന് മുമ്പ് ഇവർ ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയുണ്ട്. സ്തോത്രം. ആ ശുശ്രൂഷ സമയത്ത് സ്തോത്രം, അതിന് മുൻപ് അവർ ഈ കറ്റ നീരാജനം ചെയ്യണം. ലേവ്യ പുസ്തകത്തിലുണ്ട്, വീട്ടിൽ പോയി വായിച്ച് നോക്കിയാൽ മതി. എല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡിങ് ആയി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വീട്ടിൽ പോയി വായിച്ചാൽ മതി, എല്ലാം പറഞ്ഞു തരത്തില്ല. പക്ഷെ ദശാംശം തരണം, സ്തോത്ര കാഴ്ചയിടാം. അതില്ലെങ്കിൽ നമ്മൾ വേണം.
സോ അപ്പം നീരാഞ്ജനം ചെയ്യണം. നീരാഞ്ജനം ചെയ്യുന്നതിന് ഈ 10 കറ്റയെ വിശുദ്ധ സ്ഥലത്ത്, എല്ലാവരും പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് എത്തിച്ചിട്ട് കറ്റ എടുത്തിട്ട് സ്തോത്രം, അതേ കറ്റയെ മഹാപുരോഹിതൻ അടിച്ചിട്ട് അവനിങ്ങനെ കറക്കും. എൻ്റെ പേരാണ് നീരാജനം ചെയ്യുന്നത്. കറ്റ അടിച്ചിട്ട് അതിനെ കറക്കും, അതിൻ്റെ പേരാണ് നീരാജനം. മീനിങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപത്തിന് പരിഹാരത്തിനായി അടിക്കപ്പെട്ടിട്ട് നീരാജനം ചെയ്യുമ്പോൾ, ആ കറ്റ അടിച്ചപ്പോൾ നീരാജനം ചെയ്യുമ്പോൾ അതിൻ്റെ വിത്ത് നാനാഭാഗത്തേക്ക് ചിതറപ്പെടാം. അന്ന് അടിക്കപ്പെട്ടതാ. പക്ഷെ അന്ന് അടിക്കപ്പെട്ടപ്പോൾ നീ എന്നെ അടിച്ചോ, പക്ഷെ എനിക്കൊരു വിത്തുണ്ട്. ആ വിത്ത് എല്ലാ ദ്വീപിലും, എല്ലാ രാജ്യത്തും, എല്ലാ കൾച്ചറിലും, എല്ലാ കളറിലും ഈ വിത്ത് ചെതറും. ഈ വിത്തെ, വചനമെന്ന വിത്തെ, ഈ വിത്ത് ചെതറും. ചെതറിയിട്ട് ഈ വിത്ത് ചെന്ന് കിടക്കുന്നിടത്തുനിന്ന് വിത്തെല്ലാം വളരും. വിത്ത് വളരും. 200 വർഷം മുമ്പായിരിക്കാം മിഷണന്മാർ വന്നത്. അതിനു മുമ്പായിരിക്കാം ക്നാനായി തൊമ്മൻ വന്നത്. അതിനു മുമ്പായിരിക്കാം തോമസ് അപ്പോസ്തലൻ വന്നത്. പക്ഷെ വന്ന ആരായാലും ഈ വിത്ത് ചുമന്നാ വന്നേ. ഈ വിത്ത് വന്നപ്പോൾ, ഈ വിത്തും ചുമന്ന് വന്നപ്പോൾ മൃഗങ്ങൾക്ക് തുല്യമായി മനുഷ്യർ ഈ പ്രദേശങ്ങളെല്ലാം ജീവിക്കുകയായിരുന്നു. സ്തോത്രം. പക്ഷേ ഈ വിത്തങ്ങ് വിതച്ചപ്പോഴേക്കും, ഹല്ലേലൂയ, സ്തോത്രം, അതെ, മൃഗങ്ങൾക്ക് തത്തുല്യമായി ജീവിച്ചതായ ജനം യേശുപ്പച്ചനെ കണ്ടുമുട്ടുവാൻ കർത്താവ് കൃപ ചെയ്തു. അന്ന് അടിക്കപ്പെട്ടതാണ്. പക്ഷെ നീരാജനം ചെയ്തപ്പോഴേക്കും, സ്തോത്രം, അതെ, ആ കറ്റ നീരാജനം ചെയ്തപ്പോൾ, ദാറ്റ് മീൻസ് യെസ്, നീരാജനം ചെയ്ത നിമിത്തം ആ വിത്ത് വീണിട്ട് ആ വിത്ത് മുളച്ചു. ഇന്ന് പകൽ ഞാൻ നിർത്തി. ലാസ്റ്റ് സെൻറ്റൻസ്, ഒറ്റ സെൻറ്റൻസ്. സ്തോത്രം. അതിനെ വിതച്ചത് ആരുമാണ്? അതിന് വെള്ളമൊഴിച്ചത് ആരുമാണ്? നിന്നിൽ ഇത് വിതച്ചത് ആരുമാണ്? നിന്റെ വെള്ളമൊഴിച്ചത് ആരുമാണ്? നിന്നെ വളരുമാറാക്കുന്നവൻ ദൈവമാണ്. Come on, ഞാൻ നിർത്തി. In the name of Jesus. Hallelujah. ഏതൊക്കെയോ ശുശ്രൂഷകൾ, ഏതൊക്കെയോ ദൈവദാസന്മാർ നിന്നിൽ കർത്താവ് നൽകിയിട്ട്, ഏതൊക്കെ മിഷൻ, ഏതൊക്കെ മിനിസ്ട്രി ദൈവം നിനക്ക് നൽകിയിട്ട്, കേക്ക്, നിൻ്റെ ജീവിതം ഒരു കൊയ്ത്തിൻ്റെ ജീവിതം ആകേണ്ടതിന് വേണ്ടി കർത്താവ്, ഇത് ക്രൈസ്റ്റ് സെൻ്റർ അല്ല, വേറെ എവിടെയോ ഞാൻ പ്രസംഗിക്കുന്നത്. റിയലി ഐ ഡോണ്ട് നോ ദിസ് പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം എനിക്കറിയത്തില്ല. ഇത്രയും പോരാട്ടമുണ്ടോ ഈ ദൂതിനെതിരെ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സ്തോത്രം. ഞാൻ ആരെയും ഒന്നും പറയത്തില്ല കേട്ടോ, നിങ്ങൾ സന്തോഷമായിരുന്നാൽ മതി. കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ ആൾറെഡി ഇന്നലെ രാത്രി മുഴുവൻ പറയേണ്ടവനോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേ. അതുകൊണ്ട് ഐ വോണ്ട് കെയർ. നമുക്ക് സിസ്റ്റവും മൈക്കോ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ അനൗണ്ടിങ് ചൊലിക്കും. കേക്ക്. സോ 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, അന്ന് കർത്താവ് അവിടെ വെച്ച് അടിക്കപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു, അവൻ ഉടയ്ക്കപ്പെട്ടു. നീരാജനം ചെയ്തതുകൊണ്ട് ആ വിത്ത് വീഴ്ത്തപ്പെട്ട് ദൈവകൃപയാൽ നമ്മൾ വളർന്നു. ഏതൊക്കെയോ ദൈവദാസന്മാർ, ഏതൊക്കെയോ ദൈവമക്കൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് കർത്താവ് നിന്നെ വളർത്തിയെങ്കിൽ, സ്തോത്രം, ഉയർപ്പിൻ്റെ ആദ്യ ഫലമായി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ വിലയാണ് നീ. ഫൈനൽ സെൻറ്റൻസ് ഞാൻ നിർത്തി. നിൻ്റെ ലൈഫ്, നിൻ്റെ ജീവിതം, നിൻ്റെ ശുശ്രൂഷ തരിച്ചു ഭൂമിയല്ല കുട്ടി, തരിച്ചു ഭൂമിയല്ല. കാരണം ഈ മണ്ണിൻ്റെ
ശാപത്തെ ആ രക്തം ക്യാൻസൽ ചെയ്തിരിക്കുക കേട്ടോ. ശബ്ദമുയർത്തി പറഞ്ഞേ, എന്നെ യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന. രണ്ടുപേരെ തൊട്ട് പറഞ്ഞ ഞാൻ യേശുപ്പച്ചൻ്റെ രക്തത്തിൻ്റെ വിലയാണ് പറഞ്ഞ, രക്തത്തിൻ്റെ വില, രക്തത്തിൻ്റെ വില. അതുകൊണ്ട് നീ ഒരു വളക്കൂറുള്ള മണ്ണ. അയ്യോ, ആർക്കും ഇഷ്ടമില്ലയോ? നീ ഒരു വളക്കൂറുള്ള മണ്ണ, നീ ഒരു വളക്കൂറുള്ള മണ്ണ. ആര് ശാപം പറഞ്ഞാലും നിന്റെ നിലനിൽക്കത്തില്ല. ആര് മന്ത്രം പറഞ്ഞാലും തന്ത്രം പറഞ്ഞാലും നിന്റെ നിലനിൽക്കത്തില്ല. നിന്നിൽ ഈ വിത്ത് വീണാലുണ്ടല്ലോ, നിന്നിൽ ഈ വിത്ത് വീണാലേ പിന്നെ ലൈഫ് കൊയ്ത്ത് പാട്ടാ. യെസ്, ഒരുങ്ങിയ ലൈഫ് ഒരു കൊയ്ത്ത് പാട്ടാ, ലൈഫ് ഒരു കൊയ്ത്ത് പാട്ടാ. ഉയർപ്പിൻ്റെ ആദ്യ ഫലമായി അപ്പച്ചൻ ഉയർത്തത് കൊണ്ട് എനിക്ക് നിങ്ങളെ നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി പറയാനുള്ളത്, ഹല്ലേലൂയ, എവിടെ നിന്നെ എടുത്തെറിഞ്ഞാലും അവിടെ നിന്നിൽ നിന്ന് നീ പാടുന്ന പാട്ട് ഒരു കൊയ്ത്ത് പാട്ടായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിന്നിൽ നിന്ന് ഉയരുന്നത് കൊയ്ത്തിൻ്റെ പാട്ടാണ്. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ അപ്പൻ ശരിയല്ല, എൻ്റെ അമ്മ ശരിയല്ല, എൻ്റെ വീട് ശരിയല്ല, ഞാൻ മലയാളം മീഡിയത്തിലായിപ്പോയി, ഞാൻ ഓണം പോലും വരാത്ത മറ്റേ 6 കാണിയിലാണ് ജനിച്ചത്, 10 കാണിയിലാണ് ജനിച്ചത്, ഇവിടെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മക്കളെ, ഒരു കാര്യമില്ല. നിൻ്റെ അനുഗ്രഹത്തെ തടയാൻ, നിൻ്റെ നന്മയെ തൊടാൻ ആർക്കും കഴിയത്തില്ല. സാധാരണ റിസറക്ഷനെ കുറിച്ച്, ഉയർപ്പിനെ കുറിച്ച് നമ്മൾ നാടകവും കഥയും സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളത്, യേശു കർത്താവിൻ്റെ വെള്ളിയാഴ്ച ആ കല്ലറയിൽ അടയ്ക്കുന്നു, ശനിയാഴ്ച അതങ്ങനെ അടഞ്ഞു കിടക്കുന്നു, ഞായറാഴ്ച ആകുമ്പോഴേക്കും എങ്ങോട്ട് നിന്ന് ഒരു ഭീമാകാര ഒരു ദൂതൻ ഇറങ്ങുന്നു. ദൂതൻ ഇറങ്ങി ആ മുദ്രയെ പൊട്ടിച്ച്, മോൻ ബ്രദറെ, ആ കല്ലിനെ ഉരുട്ടി മാറ്റുമ്പോൾ, സ്തോത്രം, കർത്താവ് ആ കല്ലറയിൽ നിന്ന് പുറത്തേക്കിറങ്ങി താങ്ക് യു എന്ന് പറയുന്ന പോലെ താങ്ക് യു എന്ന് പറയുന്ന പോലെ കർത്താവ് ഇങ്ങനെ എന്നല്ല പുസ്തകം പറയുന്നേ. ഒരു ദൂതനില്ലെങ്കിലും അപ്പം പുറത്തിറങ്ങുകയും ചെയ്യും, അകത്ത് കയറുകയും ചെയ്യും. ഇന്ന് കർത്താവ് എനിക്ക് തന്ന റെവലേഷൻ ഇതാണ്. എൻ്റെ മക്കളെ എനിക്ക് മെച്യൂർഡ് ക്രിസ്ത്യൻസ് ആക്കണം. ഒരു പാസ്റ്ററിലല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, ഒരു പ്രവാചകനല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, ഒരു പ്രാസംഗനല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, ഒരു ദൂതനല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, ക്രൈസ്റ്റിലാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അകത്ത് വരേണ്ടപ്പോൾ അല്ല, പുറത്തിറങ്ങേണ്ടപ്പോൾ അവൻ പുറത്തിറങ്ങുക, അകത്ത് വരേണ്ട നേരത്ത് അവൻ അകത്തിറങ്ങുക. ഇൻ ജീസസ് നെയിം കണക്ട് ചെയ്ത് ജീവിക്കണേ, കണക്ട് ചെയ്ത് ജീവിക്കണേ. പ്രാർത്ഥന കുറയല്ലേ, ഈ പുസ്തകം താഴെ വെക്കല്ലേ, അധ്യായമായിട്ടല്ല, പുസ്തകമായിട്ട് വായിക്കണേ. സ്തോത്രം. പറ്റി കിടന്നോളേ, പ്രത്യേകിച്ച് ഈ ഉപവാസ നാളുകൾ അങ്ങ് പറ്റി കിടന്നോളേ. മാക്സിമം അവനോട് ചേർന്നങ്ങ് ജീവിക്കണേ. കേൾക്കുന്ന റാമേൻ പറ. തക്ക സമയത്ത് പുറത്തിറക്കേണ്ടതിന് അവൻ പുറത്തിറക്കും, അകത്ത് വരേണ്ട ടൈമിൽ അവൻ അകത്ത് വരും. എല്ലാറ്റിനും ഒരു ടൈമുണ്ട്, എല്ലാറ്റിനും ഒരു ടൈമുണ്ട്, എല്ലാറ്റിനും ഒരു ടൈമുണ്ട്, എല്ലാറ്റിനും ഒരു ടൈമുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ഭയങ്കര നഷ്ടം. ഒരുപാട് കാര്യം പറയാനുണ്ട്, ഇതുകൂടെ പറഞ്ഞു നിർത്താം. ഒരുപാട് കാര്യമുണ്ട്. സ്തോത്രം. കർത്താവെ ഓർപ്പിച്ചതിന് നന്ദിയപ്പാ. സ്തോത്രം. ആ കറ്റ നീരാജനം കയ്യപ്പാവും കൂട്ടരും അല്ലെങ്കിൽ മഹാപുരോഹിതനും കൂട്ടനും ചെയ്തപ്പോൾ ആ കറ്റ നീരാജനം ചെയ്യുന്ന ആ സമയത്ത് ആ മണി ഇങ്ങനെ ചെതറി വീണില്ലേ,
അപ്പം കറ്റയുണ്ട്, മണിയുണ്ട്. അപ്പം കറ്റ അവിടുന്ന് 10 കറ്റകൾ വെട്ടിയെടുത്തത് തുടങ്ങി നീരാജനം ചെയ്യുന്നത് വരെയുള്ള സമയം, കറ്റ മുറിച്ചെടുത്തത് തുടങ്ങി നീരാജനം ചെയ്യുന്നത് വരെയുള്ള സമയം എത്ര സമയമാണ്? ഏകദേശം യഹൂദ തൽമൂദ് അനുസരിച്ച് 1.5 മണിക്കൂറാണ്. ആ വയലിൽ നിന്ന് കറ്റ മുറിച്ചെടുത്തത് തുടങ്ങി നീരാജനം ചെയ്യുന്ന വരെയുള്ള 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ അടുത്ത സമയത്ത് സ്തോത്രം മരിച്ച കുറച്ച് കല്ലറകളുണ്ടായിരുന്നു. അടുത്ത സമയത്ത് മരിച്ച കുറച്ച് വിശുദ്ധന്മാരുടെ കല്ലറകളുണ്ടായിരുന്നു. ഈ 10 കറ്റയെ മാർക്ക് ചെയ്ത് കെട്ടിയതുപോലെ ചില കല്ലറകളെ ഓൾറെഡി അങ്ങ് മാർക്ക് ചെയ്തിട്ടിരുന്ന മത്തായി സുവിശേഷം 27-ാം അധ്യായം 51 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ 7 അത്ഭുതം അവിടെ കാണാൻ പറ്റും. ക്രൂശിലെ 7 അത്ഭുതം. അതിലൊന്നാണ് ക്രിസ്തു മരിച്ചതിന് ശേഷം അവർ ഉയർത്തെഴുന്നേറ്റെന്നാണ്. ആദ്യഫലമായി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സോ അതിനോട് കൂടെ ചില വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പെട്ടെന്ന് റോക്കറ്റ് പോലെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോയില്ല. നോ 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 യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ കറ്റ നീരാജനം ചെയ്ത അന്ന് ആ ടൈമിനാണ് അവൻ പിതാവിൻ്റെ സന്നിധിയിൽ എത്തേണ്ടത്. കമാ ആ കറ്റ നീരാജനം ചെയ്യുന്ന സമയത്താണ് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ഈ ആത്മാക്കളുമായി എൻ്റർ ചെയ്യേണ്ടത്. ഏതാത്മാക്കൾ? ഈ ഉയർത്തെഴുന്നേറ്റ ആത്മാക്കളും പഴയ നിയമവിശുദ്ധന്മാരും. അപ്പോൾ ഏകദേശം ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിനിടയ്ക്കാണ് മറ്റേ കൊച്ച് കരഞ്ഞിട്ട് നിൽക്കുന്ന കർത്താവ് കണ്ടേ. കൊച്ചെന്ന് പറഞ്ഞാൽ മറ്റേ കാര്യത്തിൽ അറിയാം, കരഞ്ഞിട്ട് നിന്നത്. അപ്പോൾ യേശു കർത്താവ് സ്തോത്രം ഈ ഉയർത്തെഴുന്നേറ്റ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആത്മാക്കളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നിങ്ങളെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ ഞാൻ അവസരം എടുക്കുക. കാരണം ഈ പെണ്ണിൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് മാത്രമേ എനിക്കെൻ്റെ പിതാവ് ഈ കരയുന്ന ഈ പുള്ളിക്കാരത്തിൻ്റെ കണ്ണുനീരിനൊരു ഉത്തരം കൊടുത്തിട്ട് മാത്രമേ എനിക്ക് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കമോൺ, കരയുന്ന ഈ കൊച്ചിൻ്റെ അല്ലെങ്കിൽ ഈ സഹോദരിയുടെ കണ്ണുനീരിന് ഉത്തരം കൊടുത്തിട്ട് മാത്രമേ എനിക്ക് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് യു ജസ്റ്റ് വാക്ക് ത്രൂ ദ സ്ട്രീറ്റ് ഓഫ് ജെറുസലേമിൻ്റെ തെരുവിൽ നിങ്ങൾ പ്രിയം. സോ അവരുടെ ഫ്രണ്ട്സിനെ, അവരുടെ റിലേറ്റീവ്സിനെ അവർ കണ്ടപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ പപ്പ മരിച്ചിട്ട് എത്ര 3 ഇയേഴ്സ് സുഹൃത്തൻ്റെ സ്തോത്രം, അതെ 3 ഇയേഴ്സ്. അപ്പോൾ പപ്പ ഇപ്പോൾ സ്വർഗീയ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഐ ക്യാൻ റെക്കഗ്നൈസ് ചെയ്യാം. സോ ഇതുപോലെ ഈ അടുത്ത സമയത്ത് മരിച്ചതായ ആ പ്രിയപ്പെട്ടവരെ സ്തോത്രം അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. അപ്പോഴേക്കും മറ്റേ കോൺവെർസേഷൻ കഴിഞ്ഞ മദ്യലക്കാരത്തി മറിയുമായിട്ടുള്ള കോൺവെർസേഷൻ കഴിഞ്ഞ് പുരോഹിതൻ 10 കറ്റയുമായിട്ടല്ലേ ദേവാലയത്തിൽ വന്നേ? എല്ലാവരും പറഞ്ഞാട്ടെ, 10 കറ്റയുമായിട്ടാണ് വന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഒഴിഞ്ഞ കൈയുമായിട്ടാണ് മഹാപുരോഹിതൻ പോയത്. പക്ഷെ മഹാപുരോഹിതൻ ദേവാലയത്തിൽ ഇപ്പം വന്നപ്പോഴേക്കും 10 കറ്റയുമായിട്ടാണ് വന്നത്. തീർന്നിട്ട് 2000 വർഷങ്ങൾക്കും അവൻ വന്നപ്പോൾ ഒഴിഞ്ഞ കൈയുമായിട്ടാണ് വന്നത്. വർഷങ്ങൾക്കും ആ മറിയയുടെ ഗർഭപാത്രത്തിൽ ശിശുവായി വന്നപ്പോൾ സ്തോത്രം ഒഴിഞ്ഞ കൈയായിട്ട് വന്നേ. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, കയറി ചെന്നപ്പോൾ എൻ്റെ കർത്താവേ, ഹാനോക്കും എലിയ ഒഴികെ ഒരു ഭയങ്കര റാലി ആയിട്ടാണ് ഇടിച്ചു കയറിയ. ആദ്യഫല സ്തോത്രം പെരുന്നാളിൻ്റെ ദിനത്തിൽ ഉയർപ്പിൻ്റെ ആദ്യഫലമായി യേശു കർത്താവ് തന്നെത്താൻ ഒറ്റയ്ക്കല്ല പ്രസൻറ്റ് ചെയ്തത്. സ്തോത്രം, അതെ, ആ മണികൾ 1000 മണികളുമായി നിന്നതുപോലെ യേശു കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നപ്പോൾ 33.5 വർഷത്തിന് ശേഷം ഫസ്റ്റ് മിഷണറി സ്വർഗത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുക. 33.5 വർഷത്തിന് ശേഷം ഫസ്റ്റ് മിഷണറി ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിട്ട് മടങ്ങിയെത്തിയിരിക്കുക. ദിസ് എ ചാലഞ്ച്. ഇതാണ്
ഇന്നത്തെ ദൂതിൻ്റെ നിങ്ങൾക്കുള്ള വെല്ലുവിളി ഏറ്റെടുക്കണം. ഒരു ദിവസം കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കും. കേട്ടോ? ആമേൻ പറഞ്ഞേ. ഒരു ദിവസം കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കും. കർത്താവെ, ഞാൻ വന്നു കേട്ടോ എന്നല്ല പറയേണ്ടത്. ഞാനിങ്ങ് വന്നു എന്നല്ല പറയേണ്ടത്. എല്ലാ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ്, എല്ലാ ദൈവദാസന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർ, ഇതൊരു മിഷൻ ചേർച്ചാണ്. എൻ്റെ ഗൗരവത്തിൽ ഞാൻ പറയട്ടെ, 5 fold മിനിസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിഷൻ ചേർച്ചാണത്. അതിൻ്റെ ഗൗരവത്തിൽ ഞാൻ പറയട്ടെ, ഒരു ദിവസം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഇതായിരിക്കണം ഞാൻ പറയേണ്ടത്: ഞാനും എനിക്ക് തന്ന മക്കളും. ഞാനും എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്ന ആ ശബ്ദത്തിന് മുൻപിലാണ് അവൻ തിരിച്ചു പറയുന്നത്: നല്ലവനും വിശ്വസ്തമായ ദാസനെ. പറഞ്ഞത് കുറച്ച്, പറയാനുള്ളത് അധികം. കേട്ടത് കുറച്ച്, കേൾക്കാനുള്ളത് അധികം. പ്രാപിച്ചത് കുറച്ച്, പക്ഷെ പ്രാപിക്കാനുള്ളത് അധികം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.